നടി ഇതൊക്കെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. നമുക്ക് ആ വാർത്തകളിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം. മറ്റു ചില വാർത്തകളിലേക്ക് കൂടി പോകുന്നു. നിയമസഭാ സമ്മേളനം ഇന്ന് പുനരാരംഭിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 22 ദിവസമായി ആശാവർക്കർമാർ നടത്തുന്ന സമരവും വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും ചർച്ചയാക്കാനാണ് പ്രതിപക്ഷ നീക്കം. ആശാവർക്കർമാർ ഇന്ന് നിയമസഭയിലേക്ക് മാർച്ച് നടത്തും. അതേസമയം ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട 2 സുപ്രധാനമായ ബില്ലുകൾ ഇന്ന് നിയമസഭയിൽ വരും. സ്വകാര്യ സർവകലാശാല ബില്ലും സർവകലാശാല ഭേദഗതി ബില്ലുമാണ് സഭയിൽ അവതരിപ്പിക്കുക. വി വിനോദാണ് ചേരുന്നത്. വിനോദ്, നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് അവതരിപ്പിക്കാൻ നിരവധിയായ വിഷയങ്ങളുണ്ട്. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങൾ, വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം, ഷഹബാസിന്റെ കൊലപാതകമടക്കം, ഒപ്പം പരിഹരിക്കപ്പെടാത്ത ആശാവർക്കർമാരുടെ പ്രതിഷേധം. അഭിലാഷ്, സഭാ സമ്മേളനം പുനരാരംഭിക്കുമ്പോൾ ചർച്ച ചെയ്യാൻ വിഷയങ്ങളേറെയാണ്. ഇന്ന് അടിയന്തര പ്രമേയമായി ഒരുപക്ഷെ എത്തുന്നത് ഈ സംസ്ഥാനത്തെ ലഹരി ഉപയോഗം അല്ലെങ്കിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം, ഇതിലേതെങ്കിലും ഒന്ന് ഇന്ന് അടിയന്തര പ്രമേയമായി വരുമെന്നാണ് കരുതുന്നത്. അതോടൊപ്പം തന്നെയാണ് പാലക്കാട് ബ്രൂവറിയുമായി ബന്ധപ്പെട്ട വിഷയം, അത് സബ്മിഷനായി വരുന്നുണ്ട്. ആശമാരുടെ സമരത്തിൽ ഈ കേന്ദ്ര നിലപാടുകൾ അത് ഭരണപക്ഷം തന്നെ ഉന്നയിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഈ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട 2 ബില്ലുകളാണ്. അത് ഒന്ന് ഈ സർവകലാശാല ഭേദഗതി ബില്ലും അതോടൊപ്പം തന്നെയാണ് സ്വകാര്യ സർവകലാശാല ബില്ലും. സ്വകാര്യ സർവകലാശാലയുടെ കാര്യത്തിൽ മുന്നണിയിൽ തന്നെ ചില വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതിന്റെ മെറിറ്റും ഫീസും സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ CPI ചില നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അത് സർക്കാർ അംഗീകരിച്ചിട്ടില്ല. മാത്രമല്ല, ബില്ല് അവതരിപ്പിക്കുന്നതിന് ഗവർണറുടെ മുൻകൂർ അനുമതി തേടേണ്ടതുണ്ട്. അത് ലഭിച്ചിട്ടില്ല എന്ന് കരുതുന്നു. എന്നാൽ സ്പീക്കറുടെ റൂളിംഗോടെ ആ ബില്ല് അവതരിപ്പിക്കുന്നതിന് തടസ്സമില്ല. എന്നാൽ ഈ ബില്ല് ഗവർണർക്ക് മുന്നിൽ എത്തുമ്പോൾ അദ്ദേഹം അത് നിയമമാകണമെങ്കിൽ അദ്ദേഹം ഒപ്പുവെക്കണം. അക്കാര്യത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്യുമോ എന്നതിൽ വ്യക്തതയില്ല. ഏതായിരുന്നാലും ഇത്തരം കാര്യങ്ങൾ, ഈ ഭേദഗതി ബില്ല് ആണെങ്കിൽ പ്രോ വൈസ് ചാൻസലർ ആയ മന്ത്രിക്ക് വലിയ പ്രാധാന്യം, അല്ലെങ്കിൽ മന്ത്രിക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും കൂടുതൽ പ്രാധാന്യം, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന ഒരു തീരുമാനമാണ്. അത് നേരത്തെ തന്നെ വലിയ എതിർപ്പുള്ളതാണ്. സംസ്ഥാനത്തെ VC-മാരുടെ കാര്യത്തിൽ നിയമനവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ നിലനിൽക്കുന്നതാണ്. ചാൻസലറായ ഗവർണറെ മറികടക്കാൻ മന്ത്രിക്കോ അല്ലെങ്കിൽ ഈ തരത്തിൽ നിയമിക്കപ്പെടുന്ന ആളുകൾക്കോ കഴിയുമെന്ന വിലയിരുത്തലുണ്ടായി. അതുതന്നെയാണ് നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരുമായുള്ള കൊമ്പ് കോർക്കലിന് വഴിവെച്ചതും. ഏതായിരുന്നാലും അത്തരം കാര്യങ്ങൾ ഇന്ന് വീണ്ടും സജീവമായി സഭയിൽ വരുന്നുണ്ട്. അഭിലാഷ്, സഭാ സമ്മേളനം പുനരാരംഭിക്കുമ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ആണ് ഉയരാൻ പോകുന്നത്. മറ്റൊരു വിഷയം കൂടിയുള്ളത് ഈ ആശാവർക്കർമാരുടെ പ്രതിഷേധമാണല്ലോ. അതിപ്പോൾ 22 ദിവസം പിന്നിടുന്ന 22ാം ദിവസത്തിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. ആശാവർക്കർമാരുടെ സമരത്തെ പാർട്ടി തള്ളിക്കളയുന്ന സാഹചര്യം, CPM-ന്റെ നേതാക്കൾ വിമർശനമുന്നയിക്കുന്ന സാഹചര്യം, CITU സമരത്തെ തള്ളിക്കളയുന്ന സാഹചര്യം. അതേസമയം പ്രതിപക്ഷ പാർട്ടികൾ വലിയ പിന്തുണയുമായി സമരത്തിന് എത്തുകയും ചെയ്യുന്നുണ്ടല്ലോ. സഭയിലടക്കം ഈ വിഷയം ഉന്നയിക്കപ്പെടുന്നു. ഒപ്പം പുറത്ത് ഏത് നിലയിലായിരിക്കും ഇന്നിപ്പോൾ ആശാവർക്കർമാർ പ്രതിഷേധം സെക്രട്ടേറിയറ്റിലേക്കടക്കം നിയമസഭയിലേക്കടക്കം നടത്തുന്ന സാഹചര്യമുണ്ടല്ലോ. അഭിലാഷ്, 22ാം ദിവസത്തിലേക്ക് കടക്കുകയാണ് സമരം. കഴിഞ്ഞ ദിവസം തന്നെ ഈ സമരപ്പന്തൽ അല്ലെങ്കിൽ അവിടെ ഈ സമരക്കാർ മഴ പെയ്തപ്പോൾ ടാർപോളിൻ വലിച്ചു കെട്ടിയിരുന്നു. ഇത് പോലീസ് അഴിച്ചുമാറ്റിയത് തന്നെ കഴിഞ്ഞ ദിവസം വലിയ വിവാദമായിരുന്നു. എന്നാൽ ഉച്ചയോടുകൂടി സമരക്കാർ തന്നെ ആ ടാർപോളിൻ അഴിച്ചു മാറ്റുകയും പിന്നീട് മഴ പെയ്തപ്പോൾ അവർ ആ ടാർപോളിൻ വലിച്ചു കെട്ടുകയും ഒക്കെയും ചെയ്തു. ഇത് ഹൈക്കോടതി ഉത്തരവുള്ളതിനാൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇങ്ങനെ പന്തൽ കെട്ടാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. പക്ഷേ ഈ പുലർച്ചെ 2 മണിയോടുകൂടി ടാർപോളിൻ അഴിച്ചു മാറ്റിയതിൽ വലിയ വിമർശനം ഉയർന്നു. ഏതായിരുന്നാലും സർക്കാർ ഈ സമരവുമായി ബന്ധപ്പെട്ടെടുക്കുന്ന ഒരു നിലപാടുണ്ട്. സർക്കാർ അക്കാര്യത്തിൽ പറയുന്നത് കേന്ദ്രത്തിന്റെ നയങ്ങളാണ്. കേന്ദ്രം ഫണ്ട് അനുവദിക്കാത്തതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. 7,000 രൂപയാണ് ഓണറേറിയമായി സംസ്ഥാനം നൽകുന്നത്. 3,000 രൂപ കേന്ദ്രവിഹിതമായി ലഭിക്കണം. പിന്നീടുള്ള ഇൻസെന്റീവുകൾ, ഇതെല്ലാം തന്നെ കേന്ദ്രത്തിനെതിരെയുള്ള ഒരു സമരമാക്കി മാറ്റാൻ ഇവരെ ജീവനക്കാരായെങ്കിലും അംഗീകരിക്കാനുള്ള തീരുമാനം കേന്ദ്രത്തെ കൊണ്ടെടുപ്പിക്കാൻ ഡൽഹിയിലാണ് സമരം ചെയ്യേണ്ടതെന്ന ഒരു നിലപാടിലാണ് സർക്കാർ ഉള്ളത്. ആവശ്യമെങ്കിൽ ഈ ഡൽഹി സമരത്തിന് താൻ കൂടി വരാമെന്ന് ആരോഗ്യമന്ത്രി പറയുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി അടക്കമുള്ളവർ, പ്രതിപക്ഷ നേതാവൊക്കെ നേരത്തെ വന്നുപോയിരുന്നു, സുരേഷ് ഗോപി അടക്കമുള്ളവർ ഈ
സമരപ്പന്തൽ സന്ദർശിക്കുകയും അവർക്ക് പിന്തുണ അർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ നടക്കുന്ന ആരോഗ്യ പ്രവർത്തനങ്ങൾ തകരാറിലാകാതിരിക്കാൻ സർക്കാർ ബദൽ നീക്കം നടത്തുന്നുണ്ട്. കൂടുതൽ ആളുകളെ പരിശീലിപ്പിച്ച് ഈ ആശമാർ ചെയ്യുന്ന ജോലി അവരെ ഏൽപ്പിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് പോയിട്ടുള്ളത്. ഏതാണ്ട് 26,000 പേരുള്ളതിൽ 1,500ഓളം പേർ മാത്രമാണ് സമരരംഗത്തുണ്ടായിരുന്നതെന്ന് സർക്കാർ പറയുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ സമരം അവസാനിപ്പിച്ച് ഏതാണ്ട് 500-നടുത്ത ആളുകൾ തിരികെ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സമരം പരാജയപ്പെട്ടൊരു സമരമാണെന്ന് സർക്കാർ പറയുന്നു. പക്ഷേ അനുഭാവപൂർവ്വമായി അവരോട് ഇടപെടുന്നുണ്ട്, അവരെ ശത്രുക്കളായി കാണുന്നില്ല എന്ന കാര്യം കൂടി സർക്കാർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് രാഷ്ട്രീയമാക്കി മാറ്റാൻ പ്രതിപക്ഷവും BJP ശ്രമിക്കുന്നു എന്ന ഒരു രാഷ്ട്രീയ ആരോപണം കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട്. അവർ പറയുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പ് വരികയാണ്, അസംബ്ലി തിരഞ്ഞെടുപ്പ് വരികയാണ്, ആശമാരെ മുന്നിൽ നിർത്തി ഒരു സമരം നടത്തി ഇത് രാഷ്ട്രീയമാക്കി മാറ്റിക്കൊണ്ടുപോകാനുള്ള നീക്കമാണ് പ്രതിപക്ഷത്തിന്റെയും BJPയുടെയും ഒക്കെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന ഒരു കാര്യം കൂടി സർക്കാർ പറയുന്നുണ്ട്. അത്തരം രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുമ്പോഴും ആശാ വർക്കർമാർ ചോദിക്കുന്ന ചോദ്യം പിന്നെ എന്തിനാണ്? അതായത് ആരോഗ്യമന്ത്രി പറഞ്ഞു കേന്ദ്രത്തിലേക്ക് സമരം ചെയ്യാൻ ഞങ്ങളും ഒപ്പം വരാം എന്ന് പറയുമ്പോഴും പിന്നെ എന്തിനായിരുന്നു ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പ്രതിദിന വേതനം 700 രൂപയാക്കി ഉയർത്തും എന്ന് പറഞ്ഞത് കേന്ദ്ര സർക്കാരിനെ കണ്ടിട്ടാണോ എന്ന് ചോദ്യം ചോദിക്കുന്നു. കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണോ PSC അംഗങ്ങളുടെ ശമ്പളം ഒരു മാസത്തെ വരുമാനം എന്നത് 3,80,000 രൂപയിലേക്ക് ഉയർത്തി നൽകിയത് എന്ന ചോദ്യമടക്കമാണ് ആശാ വർക്കർമാർ സർക്കാരിനോട് ഉന്നയിക്കുന്നത്. SSLC +2 പരീക്ഷകൾക്ക് ഇന്ന് തുടക്കമാകുന്നു. 4,27,021 വിദ്യാർത്ഥികൾ ആണ് ഇത്തവണ SSLC പരീക്ഷ എഴുതുന്നത്. SSLC പരീക്ഷ രാവിലെയും +2 പരീക്ഷ ഉച്ചയ്ക്കുമായാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഡാനി പോൾ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ഡാനി, ഇപ്പോൾ ഏത് സ്കൂളിൽ ആണ് ഉള്ളത്? അവിടെ ക്രമീകരണങ്ങൾ ഒക്കെ എങ്ങനെയുണ്ട്? ഒരു കൊടും ചൂടിൻ്റെ അവസ്ഥയിലായിരുന്നു കുട്ടികൾ എത്തേണ്ടത് എങ്കിൽ ഇന്നലെ തിരുവനന്തപുരത്തൊക്കെ അടക്കം നല്ല മഴയായിരുന്നു ലഭിച്ചത്. എങ്ങനെയാണ് ക്രമീകരണങ്ങൾ? എന്താണ് വിവരങ്ങൾ? അഭിലാഷ, മറ്റൊരു പരീക്ഷാകാലം കൂടി എത്തിയിരിക്കുന്നു. SSLC ഒപ്പം തന്നെ ഹയർ സെക്കൻഡറി പരീക്ഷകൾ ആരംഭിക്കുകയാണ്. ഏതായാലും വലിയ തയ്യാറെടുപ്പും ഒരുക്കങ്ങളും എല്ലാം തന്നെ കഴിഞ്ഞിരിക്കുന്നു. കുട്ടികളുടെ ഒരു സ്റ്റഡി ലീവ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വിജയകരമായി പൂർത്തിയാക്കി എന്നൊരു ആത്മവിശ്വാസത്തിലാണ് എല്ലാവരും തന്നെയുള്ളത്. അങ്ങനെ ഒരു പരീക്ഷാകാലത്തിലേക്ക് കടക്കുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ തയ്യാറെടുക്കുന്നത്, ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടും എല്ലാം ഉറ്റുനോക്കുന്നത് SSLC പരീക്ഷാ സമയം തന്നെയാണ്. 10ാം ക്ലാസ് 10ാം തരം പാസ്സാകുക, അല്ലെങ്കിൽ മികച്ച രീതിയിൽ പാസ്സാകുക, അതൊരു വലിയ കാൽവയ്പ്പാണ് ഭാവിയിലേക്കുള്ള. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളും എല്ലാം തന്നെ എല്ലായിടത്തും തന്നെ പൂർത്തിയാവുന്നു. ഞാൻ ഉള്ളത് എറണാകുളം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലാണ്. ഇന്നലെ അഭിലാഷ സൂചിപ്പിച്ചതുപോലെ മഴ ഇന്നലെ തിരുവനന്തപുരത്ത് മാത്രമല്ല പരക്കെ മഴ ലഭിച്ചു. എറണാകുളം ജില്ലയിലും തന്നെ നല്ല രീതിയിൽ തന്നെ മഴ ലഭിച്ചു. അതുകൊണ്ട് ഒരു കൊടും ചൂടിനൊക്കെ ഒരു പരിധിവരെ എല്ലാം തന്നെ ആശ്വാസത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എങ്കിലും ഈ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ വലിയ രീതിയിലൊരു തയ്യാറെടുപ്പ് നടത്തിയിരുന്നു. ഈ എല്ലാ ക്ലാസ് മുറികളിലും തന്നെ ഈ വെള്ളം കരുതുക, കുട്ടികൾക്ക് യാതൊരു രീതിയിലുമുള്ള അത്തരം ഒരു അസ്വസ്ഥതകളോ അസൗകര്യങ്ങളോ ഉണ്ടാകാതെ നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. എന്തായാലും വലിയ തയ്യാറെടുപ്പുകളും കാര്യങ്ങളും പൂർത്തിയായിരുന്നു. നമ്മൾ ഉള്ളത് ഇവിടെ എറണാകുളം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലാണ്. ഇവിടെ ഏതാണ്ട് 100ഓളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. സംസ്ഥാനത്തൊട്ടാകെ 4 ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നു. 4,27,021 കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത്. 9:30 ആരംഭിക്കും. ആകെ 2,980 കേന്ദ്രങ്ങളിലാണ് കുട്ടികൾ പരീക്ഷ എഴുതുന്നത്. കേരളത്തിന് പുറത്ത് ലക്ഷദ്വീപിൽ 9 കേന്ദ്രങ്ങളും ഗൾഫിൽ 7 കേന്ദ്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇക്കുറി ഗൾഫ് മേഖലയിൽ ഏതാണ്ട് 682 കുട്ടികളും ലക്ഷദ്വീപ് മേഖലയിൽ 447 കുട്ടികളും പരീക്ഷ എഴുതുന്നു എന്നതാണ്. മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലാണ് കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത്. 28,358 കുട്ടികൾ പരീക്ഷ എഴുതുന്നുണ്ട്. ഒപ്പം ഏറ്റവും കുറവ് കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയിലാണ് ഏറ്റവും കുറവ് കുട്ടികളുള്ളത്. നമുക്ക് ഇവിടെ വലിയ തയ്യാറെടുപ്പിന്റെ ഒരു അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ഇവിടെ പ്രിൻസിപ്പൽ ഉള്ളത്, CA ഡയാന. ഏതായാലും നമ്മളോട് സംസാരിക്കുന്നു. ടീച്ചർ, ഇതിനിടയിൽ ഒരു മിനിറ്റ്, പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നു, തയ്യാറെടുക്കെല്ലാം തന്നെ കുട്ടികൾ പൂർത്തിയാക്കി. എത്രമാത്രം കുട്ടികൾ, എത്ര പേര് ഇവിടെ നിന്ന് പരീക്ഷ? നമുക്ക് 95 കുട്ടികളാണ് SSLC പരീക്ഷ ഈ വർഷം എഴുതുന്നത്. നമുക്കിപ്പോൾ രാവിലെ ഒരു 6:15 ആയപ്പോഴേക്കും ക്വസ്റ്റ്യൻ പേപ്പർ വന്നു. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അലമാരിയിൽ ലോക്ക് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്.
ഇനിയിപ്പോൾ 8 മണിയോടുകൂടി കുട്ടികൾ നമുക്ക് എത്തിത്തുടങ്ങുന്ന നമുക്കിവിടെ ചീഫും ഡെപ്യൂട്ടി ചീഫും പരീക്ഷാ സെന്ററിലുണ്ട്. കുട്ടികളെ 8 മണിയോടുകൂടി കുട്ടികൾ നമുക്ക് എത്തിത്തുടങ്ങും. ആ സമയത്ത് നമ്മൾ കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ട് ക്ലാസ് റൂമിലേക്ക് അവരെ കൊണ്ടുപോകും. ഏകദേശം ഒരു 8:45 ആകുമ്പോഴേക്കും നമുക്ക് ഇൻവിജിലേറ്റേഴ്സ് ഡ്യൂട്ടിക്ക് വരും. 9:15 നമ്മൾ ബെല്ലടിച്ച് കുട്ടികളെ റൂമിലേക്ക് നമ്മൾ കയറ്റുന്നു. 9:30 മുതൽ 9:45 വരെ നമുക്ക് കൂൾ ഓഫ് ടൈമാണ്. 9:45 കുട്ടികൾ പരീക്ഷ എഴുതി തുടങ്ങും. പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നല്ല ആത്മവിശ്വാസത്തോടുകൂടി കുട്ടികൾ നന്നായിട്ട് പരീക്ഷ എഴുതുന്നുള്ള പ്രതീക്ഷയിൽ നല്ല വിജയം നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്കൂളിൽ മികച്ച വിജയം നേടുന്നൊരു സ്കൂൾ കൂടി, നല്ല മികച്ച വിജയം നേടുന്ന ഒരു സ്കൂളാണിത്. കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതലായിട്ട് ഈ വർഷം കൂടുതൽ A+ഉം കൂടുതൽ നല്ല ഗ്രേഡും വാങ്ങി കുട്ടികൾ നന്നായിട്ട് പോകുന്നുള്ള പ്രതീക്ഷയിലാണ് ഈ വർഷവും നമ്മൾ. അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഈ ഒരു വർഷക്കാലമായിട്ട് ടീച്ചേഴ്സ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്ക് നമുക്ക് പോർഷൻസ് എല്ലാം നമ്മൾ ഏകദേശം ഡിസംബറോടുകൂടി തന്നെ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് തുടർന്നുള്ള മാസങ്ങളിൽ കംപ്ലീറ്റ് റിവിഷൻ ആയിരുന്നു. നമുക്ക് കൃത്യമായിട്ട് നല്ല അച്ചടക്കത്തോടുകൂടി കൃത്യനിഷ്ഠയോടുകൂടി കുട്ടികൾക്ക് ആവശ്യമായ റിവിഷനും പരീക്ഷകളും ഒക്കെ കൊടുത്ത് നന്നായിട്ട് തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. ടെൻഷൻ ഒഴിവാക്കി കൊടുക്കുക, ആത്മവിശ്വാസം കൊടുക്കുക, അതാണ് ഒരു ടെൻഷനും ഇല്ല നമ്മുടെ കുട്ടികൾക്ക്. ആ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിടയ്ക്ക് കുട്ടികൾക്കുള്ള ഒരു അവയർനെസ്സും മോട്ടിവേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾ നല്ല ഫ്രീ ആയിട്ട് നല്ല ആത്മവിശ്വാസത്തോടെ വന്ന് പരീക്ഷ എഴുതും എന്നുള്ള നല്ല പ്രതീക്ഷയുണ്ട്. നമുക്ക് നല്ല മികച്ച വിജയം നേടാൻ പ്രാപ്തരായ നല്ല മക്കളാണ് ഇവിടെ ഉള്ളത് എല്ലാവരും. എത്രമാത്രം ആത്മവിശ്വാസമാണ് ടീച്ചറുടെ വാക്കുകളിൽ തന്നെ പ്രകടമാണ്. 100% അതിലപ്പുറമെന്ന് ഞാൻ പറയും. ആത്മവിശ്വാസം അവർക്ക് അത്രയും നല്ലതായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അധികം അഭിലാഷ, ഈ രീതിയിൽ വലിയ തയ്യാറെടുപ്പുകൾ എല്ലാ വിദ്യാലയങ്ങളും തന്നെ നടത്തിയിരിക്കുന്നു. കാരണം മികച്ച വിജയം എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എറണാകുളം ഗേൾസ് ഹൈസ്കൂളെല്ലാം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തന്നെ മികച്ച വിദ്യാലയങ്ങളുടെ പട്ടികയിൽപ്പെടുന്ന സർക്കാർ വിദ്യാലയങ്ങളുടെ അടക്കം പൊതുമേഖല വരുന്ന വിദ്യാലയങ്ങളുടെ മികച്ച നിലവാരം പുലർത്തുന്ന ഇത് തന്നെയാണ്. ഏതായാലും ഏപ്രിൽ 3 കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പുകളിലായ SSLCയുടെ ഇത് എല്ലാം തന്നെ പുരോഗമിക്കുന്നു. സുഗമമായ പരീക്ഷാ നടത്തിപ്പിനും കാര്യങ്ങൾക്കും വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും തന്നെയും എല്ലായിടത്തും തന്നെ പൂർത്തിയായിരിക്കുന്നു എന്നതാണ്. ടീച്ചർ പറഞ്ഞതുപോലെ ഏതാണ്ട് 8 മണിക്ക് ശേഷം വിദ്യാർത്ഥികൾ ഇവിടേക്ക് എത്തിത്തുടങ്ങും. അവരെ ഒരു വട്ടം കൂടി മാനസികമായിട്ട് ഒരുക്കിയെടുക്കുക, പിരിമുറുക്കങ്ങളില്ലാതെ സമ്മർദ്ദങ്ങളില്ലാതെ പരീക്ഷാ ഹാളിലേക്ക് എത്തുക, മികച്ച രീതിയിൽ തന്നെ പരീക്ഷ എഴുതി പുറത്തേക്ക് എത്തുക, അവരെ പ്രതീക്ഷയോടെ പുഞ്ചിരിയോടുകൂടി തന്നെ എതിരേൽക്കാൻ ടീച്ചർമാരും എല്ലാം തന്നെ എത്തിയിരിക്കുന്നു എന്നതാണ്. അവർക്ക് ആത്മവിശ്വാസം പകരുക എന്നത് തന്നെയാണ് ഇവിടേക്ക് വരുമ്പോൾ അധ്യാപികമാരും എല്ലാവരും തന്നെ ചെയ്യുകയും ചെയ്യുന്നത്. എന്തായാലും പരീക്ഷ ഒരു ദിവസത്തിലേക്ക് അതിൻ്റെ ആദ്യ മണിക്കൂറുകളിലേക്ക് അല്പസമയത്തിനകം തന്നെ വിദ്യാർത്ഥികൾ ഇവിടെ വിദ്യാലയങ്ങളിലേക്കെല്ലാം തന്നെ എത്തിത്തുടങ്ങുന്നു എന്നതാണ്. അഭിലാഷ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വിദ്യാർത്ഥികൾ, അതായത് 4,27,000-ലധികം കുട്ടികളാണ് ഇന്ന് SSLC പരീക്ഷ എഴുതുന്നത്. വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ കുട്ടികൾ പരീക്ഷ എഴുതട്ടെ. അപ്പോഴും വിജയിക്കുന്നവരുടേത് മാത്രമല്ല പരാജയപ്പെടുന്നവരുടേത് കൂടിയാണ് ഈ ലോകം. മാത്രവുമല്ല, പരീക്ഷകളിൽ വിജയിക്കുക എന്നതിനർത്ഥം ജീവിതത്തിൽ വിജയിക്കുക എന്നതും അല്ല. പരാജയപ്പെടുന്നവർക്കും ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പരീക്ഷ എഴുതുക. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ, കോഴിക്കോട് താമരശ്ശേരിയിൽ കൊല്ലപ്പെട്ട ഷഹബാസിനെ ആക്രമിച്ച പ്രതികളെ SSLC പരീക്ഷ എഴുതിക്കുന്നതിന് എതിരെ പ്രതിഷേധം ശക്തമാണ്. വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിന് മുന്നിൽ പ്രതിഷേധിച്ച KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി പ്രതികളുടെ പരീക്ഷാ കേന്ദ്രം താമരശ്ശേരിയിൽ നിന്ന് മാറ്റിയിരുന്നു. CV അനുമോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനുമോദ്, രാവിലെ തന്നെ KSUവിന്റെ പ്രതിഷേധമുണ്ടായി. ഇപ്പോൾ പ്രതിഷേധങ്ങൾ തുടരുന്നുണ്ടോ? മറ്റു വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ടോ? അഭിലാഷ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ 6:00 തന്നെ KSUവിന്റെ പ്രതിഷേധം ഇവിടേക്ക് നടന്നിരുന്നു. KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇപ്പോൾ വലിയ ഒരു പോലീസിന്റെ സന്നാഹം തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഉദ്യോഗസ്ഥരെ
ഇവിടേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ഇവരുടെ പരീക്ഷാ കേന്ദ്രം എവിടെയാണ് എന്നതിൽ ഇപ്പോഴും അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല. ഒരുപക്ഷെ പ്രതിഷേധങ്ങൾ മുൻനിർത്തിയാകാം അത്തരത്തിലൊരു അനിശ്ചിതത്വം പരീക്ഷാ കേന്ദ്രത്തിന്റെ കാര്യത്തിൽ നിലനിർത്തുന്നത്. NGO ക്വാർട്ടേഴ്സിലാകാം. ഒരുപക്ഷെ ഈ ഇപ്പോൾ കുട്ടികളുള്ള ഈ പ്രതികളായിട്ടുള്ള കുട്ടികളുള്ള ഈ സാമൂഹ്യനീതി സമുച്ചയത്തിന്റെ ഉള്ളിൽ തന്നെ ആകാം. അങ്ങനെ രണ്ട് സാധ്യതകളാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് സൂചനകളായി ലഭിക്കുന്നത്. വലിയ പ്രതിഷേധം ഇവിടേക്ക് ഉണ്ടാകും എന്ന ഒരു കണക്കുകൂട്ടലും ഉണ്ട്. KSUവും MSFും യൂത്ത് കോൺഗ്രസും ഒക്കെ വരും മണിക്കൂറുകളിൽ ഇവിടേക്ക് പ്രതിഷേധവുമായി എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് രാവിലെ 9 മണിക്ക് മുൻപ് തന്നെ ആകും ഈ പ്രതിഷേധങ്ങളൊക്കെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം 10 മണിയോടെ പരീക്ഷ ആരംഭിക്കുന്നതിന് മുൻപ് ഇവരെ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്ന അതിനു മുൻപ് തന്നെ അത്തരത്തിലുള്ള നീക്കം തടയാനുള്ള ശ്രമങ്ങളാണ് പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. കാരണം നമുക്കറിയാം, സമൂഹ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു ഷഹബാസിന്റേത്. അതിൽ പ്രതികളായ കുട്ടികൾ അവരുടെ കൂടെ ഇരുന്ന് പരീക്ഷ എഴുതുന്നത് മറ്റു കുട്ടികളെ കൂടി മാനസികമായി ഏറെ സമ്മർദ്ദത്തിലാക്കും, മാനസികമായി ഏറെ വിഷമത്തിലാക്കും. തുടങ്ങി വൈകാരികമായിട്ടുള്ള ഒട്ടേറെ വിഷയങ്ങൾ, ഒട്ടേറെ കാര്യങ്ങളാണ് ആ പ്രതിഷേധക്കാർ ഉയർത്തുന്നത്. മാത്രമല്ല, ഇന്നലെ ഷഹബാസിന്റെ വീട്ടിലെത്തിയ KSUവിന്റെ MSFന്റെ നേതാക്കൾ ഷഹബാസിന്റെ പ്രതികളായിട്ടുള്ള ഈ കുട്ടികളെ പരീക്ഷ എഴുതിക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് താമരശ്ശേരിയിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. അത് കോളേജ്, അവർ പഠിച്ചിരുന്ന സ്കൂളും മേഖലകളും കേന്ദ്രീകരിച്ചതിന് അതിനുള്ള ഒരുക്കങ്ങളും തുടങ്ങിയിരുന്നു. ആ ഘട്ടത്തിലാണ് പരീക്ഷാ കേന്ദ്രം കോഴിക്കോട്ടേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനമുണ്ടായത്. എന്താണെങ്കിലും എവിടെയായിരിക്കും ഈ കുറ്റവാളികളായിട്ടുള്ള ഈ കുട്ടികളുടെ പരീക്ഷ എന്നുള്ളത് ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. ഏത് സാഹചര്യത്തെയും നേരിടാൻ പോലീസിന്റെ സന്നാഹങ്ങളും ഇവിടെ സജ്ജമായിട്ടുണ്ട്. എന്താണെങ്കിലും രാവിലെ പരീക്ഷകൾക്ക് മുൻപ് തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഇവിടേക്ക് എത്തും എന്ന് തന്നെയാണ് കണക്കുകൂട്ടുന്നത്. എന്തായാലും കേരളത്തെ നടുക്കിയ സംഭവങ്ങളിൽ ഒന്നായിരുന്നു ഈ ഷഹബാസിന്റെ കൊലപാതകം. 10ാം ക്ലാസ്സിൽ ഇന്ന് പരീക്ഷ എഴുതേണ്ട വിദ്യാർത്ഥിയാണ് മരണപ്പെട്ടത്. അതേ പരീക്ഷ എഴുതേണ്ട കൂട്ടുകാർ തന്നെയാണ് ഷഹബാസിനെ തല്ലിക്കൊന്നത്. അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കാൻ അനുവദിക്കില്ല എന്നാണ് KSU ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. അതിൻ്റെ ഭാഗമായുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും. കസ്റ്റഡി അനുവദിച്ചാൽ കൊലപാതകം നടന്ന ഇടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. മെഡിക്കൽ കോളേജ് സെല്ലിൽ കഴിയുന്ന അഫാൻ പലപ്പോഴായി പോലീസിനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇയാളുടെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഷെമിയുടെ ചിട്ടി ഇടപാടും അഫാന്റെ ആഡംബര ജീവിതവും സാമ്പത്തിക ബാധ്യതയ്ക്ക് കാരണമായി എന്നാണ് പോലീസിന്റെ നിഗമനം. VV വിനോദ് ആണ് ചേരുന്നത്. വിനോദ്, അഫാന്റെ പിതാവ് പറഞ്ഞതനുസരിച്ച് സാമ്പത്തികമായ ബാധ്യതയൊന്നും ആ കുടുംബത്തെ അല്ലെങ്കിൽ അഫാനെ ബാധിക്കുന്ന തരത്തിലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അഫാൻ പറയുന്നത് സാമ്പത്തിക ബാധ്യത എന്നതാണ്. ഇപ്പോഴും കൃത്യമായ പ്രതികരണങ്ങളല്ല അഫാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായൊരു നിഗമനത്തിലേക്ക് എത്താൻ പോലീസ് ബുദ്ധിമുട്ടുകയാണോ? അഭിലാഷ്, പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ പോലീസ് സെല്ലിലാണുള്ളത്, മെഡിക്കൽ കോളേജിലെ പോലീസ് സെല്ലിലാണുള്ളത്. ഒരുപക്ഷെ കസ്റ്റഡി അപേക്ഷ ഇന്ന് തന്നെ നൽകിയേക്കും. ജയിലിലേക്ക് മാറ്റുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തന്നെയാണുള്ളത് പ്രതി. അതുകൊണ്ട് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള തീരുമാനത്തിലുമാണ് അന്വേഷണ സംഘമുള്ളത്. അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രതി നൽകിയിട്ടുള്ള മൊഴി അത് ഏതാണ്ട് 50 ലക്ഷം രൂപയ്ക്ക് അടുത്ത് കടം വാങ്ങിയതും അമ്മ ചിട്ടിയിൽ ചേർന്നതുമായി ഉള്ള ബാധ്യതയുണ്ട്. ഏതാണ്ട് 14 പേരിൽ നിന്നാണ് ഇത്തരത്തിൽ പണം കടം വാങ്ങിയതായ വിവരങ്ങൾ കൈമാറിയിട്ടുള്ളത്. പക്ഷേ പിതാവ് 8 വർഷമായി വിദേശത്തായിരുന്നു. അദ്ദേഹത്തിന് നാട്ടിലെ ഈ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് വ്യക്തതയില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലും അത് തന്നെയാണ് പ്രതിഫലിച്ചത്. കാരണം അദ്ദേഹം നാട്ടിൽ ഇവരുമായി ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും ഇവിടെ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ അത് പൂർണ്ണമായും അദ്ദേഹത്തെ അറിയിച്ചിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അഫാൻ ആകട്ടെ ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ കുടുംബത്തിലെ ചിലരോട് വൈരാഗ്യം തോന്നി അവരെ കൊലപ്പെടുത്തിയതും മറ്റ് ആളുകൾ, അതായത് മാതാവും സഹോദരനും കാമുകിയും ഉൾപ്പെടെ ഇവരോടുള്ള താല്പര്യം കൊണ്ട്, അതായത് തനിക്ക് ശേഷം ഇവർ ജീവിച്ചിരുന്നാൽ ഇവരും പ്രതിസന്ധിയിലാകുമെന്ന ചിന്തയിൽ ഈ 23-കാരൻ അവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതും മറ്റു ചിലരെ കൂടി വകവരുത്താൻ ലക്ഷ്യമിട്ടിരുന്നു എന്ന കാര്യം കൂടിയുണ്ട്. കാരണം അവരെല്ലാം തന്നെ കുടുംബത്തിൽ ഇളയ മകനായ തന്റെ പിതാവിന്റെ കുടുംബത്തോട്, തങ്ങളോട് വലിയ കാരുണ്യം കാണിച്ചില്ല,
സാമ്പത്തിക പ്രതിസന്ധി സമയത്ത് സഹായിച്ചില്ല, നേരത്തെ നൽകിയ പണം തിരികെ ചോദിച്ച് വലിയ സമ്മർദ്ദമുണ്ടാക്കി തുടങ്ങി ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ 23-കാരന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അഫാന്റെ ജീവിതമാകട്ടെ ആഡംബരം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിലാണ്. കാരണം 1.5 ലക്ഷം രൂപയുടെ ഫോൺ ആദ്യം ഉപയോഗിക്കുകയും പിന്നീട് 50,000 രൂപയുടെ ഫോൺ ഉപയോഗിക്കുകയും 2 ലക്ഷം രൂപയുടെ ബൈക്ക് ഉപയോഗിക്കുകയും മറ്റൊരു ബുള്ളറ്റ് സ്വന്തമാക്കുകയും കാർ സ്വന്തമാക്കുകയും ഒക്കെയും ചെയ്തിരുന്നു. ഇതെല്ലാം തന്നെ വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് കുടുംബത്തെ നയിച്ചു. അഫാനാകട്ടെ മറ്റ് തൊഴിലുകൾ ഒന്നും ഉണ്ടായിരുന്നുമില്ല. ഏതായിരുന്നാലും ഈ കൊടും ക്രൂര കൃത്യം 6 മണിക്കൂറിനുള്ളിലാണ് 5 പേരെ കൊലപ്പെടുത്തുന്നത്. ഏറ്റവും ഒടുവിൽ അനുജനെ കൊലപ്പെടുത്തുന്നതോടുകൂടി താൻ മാനസികമായി വല്ലാതെ തകർന്നു പോയെന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ സാമ്പത്തിക ഇടപാടുകൾ തന്നെയാണ് കൊലപാതകത്തിന് കാരണമായതെന്ന വിലയിരുത്തലിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. മറ്റ് കാര്യങ്ങൾ കൂടി പ്രതിയിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് വി വിനോദ് നൽകിയത്. ഇടവേള. കോഴിക്കോട് മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകത്തിലെ പ്രതിയുടെ പിതാവിന് കൊട്ടേഷൻ ബന്ധമെന്ന ആരോപണം. TP കേസ് പ്രതി TK രജീഷിനൊപ്പം പ്രതിയുടെ പിതാവ് നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നു. ഇയാളുടെ വീട്ടിൽ നിന്നാണ് ഷഹബാസിനെ മർദ്ദിച്ച നഞ്ചക്ക് കണ്ടെത്തിയത്. പ്രതികളുടെ മാതാപിതാക്കൾക്ക് ചില കൊട്ടേഷൻ സംഘവുമായും രാഷ്ട്രീയ ബന്ധമുണ്ടെന്നും ഷഹബാസിന്റെ പിതാവ് ആരോപിച്ചിരുന്നു. ആരോപണങ്ങൾ സാധൂകരിക്കുന്നതാണ് പുറത്തുവന്ന ചിത്രങ്ങൾ. ഷഹബാസ് കൊലപാതക കേസ് പ്രതിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തി പോലീസ്. താമരശ്ശേരി പോലീസാണ് പരിശോധന നടത്തിയത്. 4 ഫോണുകളും ഷഹബാസിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച നഞ്ചക്കും കണ്ടെത്തി. 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകത്തിലെ പ്രതികൾ സ്വാധീനമുള്ളവരെന്ന് പിതാവ് ഇക്ബാൽ. അവർ കേസിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ് അറിയുന്നത്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കണം. ഒരായുധമല്ല, പല ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്നും ഇക്ബാൽ. ഷഹബാസിന്റെ കൊലപാതകത്തിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കാൻ പോലീസ്. സംഘടന നടന്ന സ്ഥലത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ, കച്ചവടക്കാർ തുടങ്ങിയവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തുക. കേസിൽ പിടിയിലായ 5 വിദ്യാർത്ഥികൾക്ക് പുറമെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും പരിശോധിക്കും. കുട്ടികളെ സ്കൂളിലെത്തിച്ച് പരീക്ഷ എഴുതിക്കില്ലെന്ന് തീരുമാനിച്ചു. ജുവനൈൽ ഹോമിൽ പരീക്ഷ എഴുതാൻ അനുവദിക്കും. കൊച്ചി കാക്കനാട് തെങ്ങോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിനിക്ക് നേരെ നായകരണ പൊടി വിതറിയ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് വിദ്യാഭ്യാസ വകുപ്പ്. ശാരീരിക അസ്വസ്ഥതകൾക്ക് പുറമെ മാനസിക അസ്വാസ്ഥ്യത്തിനും ചികിത്സ തേടി. നാളെ SSLC പരീക്ഷ എഴുതേണ്ട വിദ്യാർത്ഥിനിയെ വലിയ സമ്മർദ്ദത്തിലേക്ക് അധ്യാപകർ തള്ളിവിട്ടെന്ന ആരോപണവുമായി കുടുംബം രംഗത്ത്. നായകരണ പൊടി വിതറിയ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ 7 കുട്ടികൾക്കെതിരെ കേസെടുത്ത് പോലീസ്. 2 അധ്യാപകരെയും പ്രതി ചേർത്തു. ഇൻഫോ പാർക്ക് പോലീസും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും വിദ്യാർത്ഥിനിയുടെ മൊഴി രേഖപ്പെടുത്തി. പാലക്കാട് ഒറ്റപ്പാലത്തെ ITIയിൽ സഹപാഠിയുടെ ക്രൂരമർദ്ദനത്തിൽ വിദ്യാർത്ഥിനിയുടെ മൂക്കിന്റെ പാലം തകർന്ന സംഭവത്തിൽ പോലീസിനെതിരെ സാജന്റെ കുടുംബം. പോലീസ് പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതായാണ് ആരോപണം. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സഹപാഠിയായ കിഷോർ സാജന്റെ കഴുത്ത് ഞെരിക്കുകയും തുടർന്ന് സ്വകാര്യ ഭാഗങ്ങളിൽ മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് പരാതി. 2 പേരെ കൂടി കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നതായി വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ. ബന്ധുവായ അമ്മയെയും മകളെയുമാണ് കൊല്ലാൻ പദ്ധതിയിട്ടത്. 5 ലക്ഷം രൂപ ഇവരോട് ചോദിച്ചെങ്കിലും നൽകിയില്ല. അനുജനെ കൊന്നതോടെ തളർന്നു. സഹായിക്കാത്ത മാമനോടും പക തോന്നിയെന്നും അഫാൻ. കാസർകോട് വാട്സാപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയ സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. ഭർത്താവ് നെല്ലിക്കട്ട സ്വദേശി അബ്ദുൾ റസാഖിനും എറണാകുളത്ത് ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തി. ലേക്ക് ഷോർ ആശുപത്രിയിലെ വൃക്കരോഗ വിഭാഗം സീനിയർ സർജനായ ഡോക്ടർ ജോർജ് P. എബ്രഹാമിനെയാണ് ഫാം ഹൗസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, എപ്പോഴാണ് ഈ ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്? ഏത് സാഹചര്യത്തിലാണ് കണ്ടെത്തിയിട്ടുള്ളത്? അഭിലാഷ്, ഡോക്ടർ ജോർജ് P. എബ്രഹാം അദ്ദേഹം ഈ വൃക്ക രോഗ അതിൻ്റെ നിർണയ രംഗത്ത്, ശസ്ത്രക്രിയാ രംഗത്ത് അതിപ്രശസ്തനായ ഒരു വ്യക്തിയാണ്.
അദ്ദേഹത്തെയാണ് ഇന്നലെ രാത്രിയോടുകൂടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നെടുമ്പാശ്ശേരിക്ക് സമീപമുള്ള അദ്ദേഹത്തിന്റെ തന്നെ ഫാം ഹൌസിൽ തൂങ്ങി മരിച്ച നിലയിലാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത്. ഇന്നലെ അനുജനൊപ്പം അവിടേക്ക് ചെന്നിരുന്നു. അതിനുശേഷം പിന്നീട് അനുജൻ അവിടെ നിന്ന് പറഞ്ഞയക്കുകയായിരുന്നു, താൻ ഇവിടെ തങ്ങുന്നു എന്ന രീതിയിൽ പറഞ്ഞയക്കുകയായിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതെ വന്നതോടുകൂടിയാണ് വീണ്ടും എവിടേക്ക് ചെന്ന് നോക്കുന്നത്. അപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പോലീസ് എത്തി മറ്റു തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വ്യക്തിപരമായ വിഷയങ്ങളാണ് ഇതിന്റെ ആത്മഹത്യയ്ക്ക് നയിച്ചതെന്ന സൂചനകളാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. മൃതദേഹം ഇപ്പോൾ ഇവിടെ അങ്കമാലിയിൽ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനുശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിലായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് ശേഷം 1 മണിക്ക് ആണ് അദ്ദേഹത്തിന്റെ സംസ്കാര കർമ്മങ്ങൾ, പൊതുദർശനത്തിന് ശേഷമുള്ള സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വൃക്ക രോഗ ചികിത്സാ രംഗത്ത് വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. ഏതാണ്ട് 3000-ലധികം വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ നടന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് നടന്നിട്ടുള്ള വലിയ രീതിയിലുള്ള ഈ സർജറികൾക്കെല്ലാം തന്നെ അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന ദാതാവിൽ നിന്ന് ലാപ്രോസ്കോപ്പിക് വഴി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ലോകത്തിലെ തന്നെ 3ാമത്തെ ഒരു സർജനായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രമാത്രം പ്രശസ്തനും പ്രഗത്ഭനുമായിരുന്നു അദ്ദേഹം. എന്തായാലും ഇപ്പോൾ തൂങ്ങി മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പോലീസ് ഇതിന്റെ ഒരു വലിയ കാരണങ്ങളിലേക്ക് എത്തിയിട്ടില്ല. അതിൽ എന്താണ് കാരണങ്ങൾ എന്ന് അറിയേണ്ടതുണ്ട്. ഡാനി, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതികളായിട്ടുള്ള വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കുന്നതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് നടക്കുന്നത്. ഇപ്പോൾ MSFന്റെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥി പ്രതിഷേധം ആണ് നടക്കുന്നത്. ഈ വിദ്യാർത്ഥികളെ, അതായത് കൊലപാതകികൾ ആയിട്ടുള്ള വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് വിദ്യാർത്ഥി സംഘടനകളുടെ ആവശ്യം. നേരത്തെ KSU വലിയ പ്രതിഷേധം നടത്തിയിരുന്നു. ഇപ്പോഴിതാ MSF പ്രതിഷേധിക്കുകയാണ്. മലയാളികളെ സംരക്ഷിക്കും, അധികാരികളെ അന്ധന്മാരെ, മലയാളികളെ സംരക്ഷിക്കും, അധികാരികളെ അന്ധന്മാരെ, നിങ്ങൾക്കെതിരെ ഉയരുന്നു പ്രതിഷേധത്തിൻ തീജ്വാല. MSF, KSU ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളാണ് പ്രതിഷേധവുമായി എത്തുന്നത്. CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഇത്തരം പ്രതിഷേധങ്ങൾ തുടരുവാനുള്ള സാധ്യത. നേരത്തെ KSU വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നീക്കിയ സാഹചര്യമുണ്ട്. ഇനി കൂടുതൽ പ്രതിഷേധങ്ങൾ തുടരുമോ? ഈ വിദ്യാർത്ഥികളെ എവിടെയാണ് പരീക്ഷ എഴുതിക്കുക എന്നതിൽ ഇപ്പോഴും വ്യക്തതയുണ്ടോ? അഭിലാഷ്, പ്രതിഷേധം രൂക്ഷമാവുകയാണ്. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. പോലീസ് ബലം പ്രയോഗിച്ച് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. പ്രവർത്തകർ അതിനെ പ്രതിരോധിക്കുന്നു. ഉന്തും തള്ളുമുണ്ടാകുന്നു. ലാത്തി ചാർജിലേക്ക് സാഹചര്യങ്ങൾ മാറുമോ എന്ന്
കരുതേണ്ട ഒരു ഘട്ടമാണ്. അപ്പോൾ തന്നെ പോലീസ് വാഹനത്തിലേക്ക് പ്രവർത്തകരെ തൂക്കിയെടുത്ത് ബലപ്രയോഗത്താൽ തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നതിന്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധം. നേരത്തെ KSUക്കാരും സമാനമായ രീതിയിൽ എത്തിയിരുന്നെങ്കിലും MSF പ്രതിഷേധം അതിലും ഒരല്പം അധികമാണ്. കാരണം പ്രവർത്തകരുടെ എണ്ണമുണ്ട്. പ്രതിഷേധക്കാർ ഒരു തരത്തിലും പോലീസുമായി സഹകരിക്കുന്നില്ല. റോഡിൽ കുത്തിയിരുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതുവരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം. ഇപ്പോൾ പ്രവർത്തകരെല്ലാം തന്നെ പോലീസിന്റെ ബസ്സിലേക്ക് തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നതിന്റെ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം വലിയ പ്രതിഷേധങ്ങൾ ഇവിടേക്ക് ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഈ കുട്ടികൾ, ഈ കുറ്റവാളികളായിട്ടുള്ള കുട്ടികൾ ഇപ്പോൾ ഉള്ളത് ഈ ജൂനിയർ ജസ്റ്റിസ് ബോർഡിന്റെ ഈ സ്ഥാപനത്തിലാണുള്ളത്. ഇവരെ പുറത്തിറക്കാതെ ഇവിടെ വെച്ച് തന്നെ പരീക്ഷ എഴുതിക്കാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ അധികൃതർ കണക്കിൽ എടുത്തിരിക്കുന്നത്. സംഘർഷ സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ടും അതുപോലെ തന്നെ ഇവിടെ പുറത്തിറങ്ങിയാലുള്ള പ്രതിഷേധങ്ങളും മറ്റ് കുട്ടികൾക്ക്, അതായത് ഇവർ പരീക്ഷ എഴുതാൻ പോകുന്ന ഇടങ്ങളിലെ മറ്റു വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഇവരെ ഇവിടെ നിന്നും പുറത്തിറക്കാതെ ഇവിടെ വെച്ച് തന്നെ പരീക്ഷ എഴുതിക്കാനുള്ള ഒരു തീരുമാനം എടുത്തതിന് പിന്നിൽ ഉള്ളത്. അതാണെങ്കിലും സംഘർഷഭരിതമാണ് വെള്ളിമാട് കുന്നിലെ രാവിലത്തെ കാഴ്ചകൾ. ഇപ്പോൾ പ്രതിഷേധക്കാരെ മുഴുവൻ പോലീസ് അറസ്റ്റ് ചെയ്ത് ബസ്സിൽ കയറ്റി കഴിഞ്ഞിരിക്കുന്നു. പ്രതിഷേധങ്ങൾ ഇനിയും തുടരുമെന്ന വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം രാവിലെ 10 മണിയോടെ 9 മണിയോടെ തന്നെ പരീക്ഷയുടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങും. അപ്പോൾ അതിനു മുൻപായി പ്രതിഷേധങ്ങളും ഇവിടെ ശക്തമാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അഭിലാഷ്, ഷഹബാസിന്റെ കൊലക്കേസിൽ, ഷഹബാസിന്റെ കൊലപാതകത്തിൽ പ്രതികളായിട്ടുള്ള വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കുന്നതിന് എതിരെ വലിയ വിമർശനം ആണ് ഉയരുന്നത്. ഇന്ന് SSLC പരീക്ഷ എഴുതുകയാണ് ആ വിദ്യാർത്ഥികൾ. എന്താ ചെയ്യേണ്ടത് രീതിയിലാണ് കേരള പ്രതിഷേധം കൊണ്ടാണ് ഇന്ന് എക്സാം അഭിലാഷ്, പ്രതിഷേധിച്ച് MSF പ്രവർത്തകരുമായി പോലീസിന്റെ വാഹനം ഇവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. പോലീസിന്റെ സന്നാഹം ഇവിടെ കൂടുതൽ സന്നാഹങ്ങൾ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. വരും മണിക്കൂറുകളിലും പ്രതിഷേധം ഉണ്ടാകുമെന്ന കണക്കുകൂടൽ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുള്ള മുന്നൊരുക്കങ്ങൾ. കാരണം അതിവൈകാരികമായിട്ടാണ് ഈ ഒരു വിഷയം വിദ്യാർത്ഥി സമൂഹവും അതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുമൊക്കെ എടുത്തിരിക്കുന്നത്. ഇന്ന് പരീക്ഷ എഴുതേണ്ട ഒരു 16-കാരനാണ് 2 ദിവസം മുൻപ് ഇല്ലാതെയായി തീർന്നത്, ഓർമ്മയായി തീർന്നത്. അത് ഈ കൂട്ടത്തിലുള്ള ഈ കുട്ടികൾ അവരുടെ അക്രമം കാരണമാണ്. അതുകൊണ്ട് തന്നെ വലിയ വൈകാരികമായിട്ടുള്ള ഒരു സാഹചര്യം ഈ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ശക്തമായ പ്രതിഷേധങ്ങൾ ഇനിയുള്ള മണിക്കൂറുകളിലും ഇവിടേക്ക് എത്തും എന്നുള്ള കണക്കൂട്ട് തന്നെ വേണം. അത് മുൻനിർത്തി തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുള്ള മുന്നൊരുക്കങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതാണ് വലിയ പ്രതിഷേധം. MSFന്റെയും KSUവിന്റെയും ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധം ആണ് ഉണ്ടാകുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് CV അനുമോദ് നൽകിയത്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഇന്ന് തന്നെ ഈ കേസിൽ വിധിയും പറയും. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ അപ്പീലിൽ ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് വിധി പറയുക. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മഞ്ജുഷയുടെ ഹർജി നേരത്തെ സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഇപ്പോഴും ഈ യഥാർത്ഥ പ്രതികളിലേക്ക് സംഭവം എത്തുന്നില്ല, അല്ലെങ്കിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും എന്ന കുടുംബത്തിന് പ്രതീക്ഷയില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണല്ലോ CBI അന്വേഷണം ആവശ്യപ്പെടുന്നത്. അനുകൂലമാകുന്ന ഒരു വിധി ഉണ്ടാകുമെന്നാണോ കുടുംബം പ്രതീക്ഷിക്കുന്നത്? സർക്കാർ ഈ നീക്കത്തെ എതിർക്കുകയായിരുന്നല്ലോ. അഭിലാഷ്, സർക്കാർ ഈ നീക്കത്തെ എതിർക്കുകയായിരുന്നത് തുടക്കം മുതൽ തന്നെ. അതായത് സിംഗിൾ ബെഞ്ചിലേക്ക് ഇത് വരുമ്പോൾ തന്നെയും സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇതിൽ അന്വേഷണം നടക്കുന്നുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന് തന്നെ രൂപം നൽകിയിട്ടുണ്ട്. അവരുടെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഇക്കാര്യത്തിൽ മറ്റൊരു അന്വേഷണത്തിനോ മറ്റൊരു കാര്യത്തിനോ സാധ്യതയില്ല എന്ന രീതിയിൽ തന്നെ, കാരണം കൃത്യമായൊരു അന്വേഷണം മുന്നോട്ട് പോവുകയാണ് എന്ന് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് സിംഗിൾ ബെഞ്ചിൽ ഇക്കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുകയും സർക്കാർ ആദ്യഘട്ടത്തിൽ ഈ കാര്യങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്ത് വിജയം നേടുകയും ചെയ്തത്. അതിൽ CBI അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ നിരാകരിക്കപ്പെടുകയും ചെയ്തിരുന്നത്. എന്നാൽ വീണ്ടും നവീൻ ബാബുവിന്റെ കുടുംബം ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു. കാരണം തങ്ങൾക്ക് ഒരു നീതി ഉറപ്പാക്കണം, യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം എത്തുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടവർ
അവർ വളരെ ശക്തരാണ്, വളരെ രാഷ്ട്രീയ ബന്ധമുള്ളവരാണ്, സ്വാധീനമുള്ളവരാണ്. അതുകൊണ്ട് ഈ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള മുഴുവൻ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈ കേസ് പരിഗണിക്കുമ്പോൾ അപ്പോഴും ഡിവിഷൻ ബെഞ്ച് ചോദിച്ചിരുന്നു, ഇപ്പോഴത്തെ അന്വേഷണത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് തൃപ്തരാകുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു. ഈ അന്വേഷണം എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്, ഇതിൻ്റെ കേസ് ഡയറി അടക്കമുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഒരു വിശദാംശങ്ങളടക്കം ഹൈക്കോടതി തേടുകയും എല്ലാം ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ചു. നിലവിൽ സർക്കാർ ഇതിലെ ആ സിംഗിൾ ബെഞ്ചിൽ ഉണ്ടായിരുന്ന അതേ നിലപാട് തന്നെയാണ് ഡിവിഷൻ ബെഞ്ചിലേക്ക് വരുമ്പോൾ തന്നെയും കൂടുതൽ ശക്തമാക്കുന്നത്. കാരണം ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്, ആ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്, കൃത്യമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ വിശദാംശങ്ങളടക്കം ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോടതിക്ക് മുന്നിലേക്ക് ഈ കേസ് ഡയറിയും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ എതിർവാദങ്ങളും ഇതെല്ലാം തന്നെയുണ്ട്. കുടുംബം ആവശ്യപ്പെടുന്നത് ഇതിലെ ദുരൂഹതകൾ പുറത്തു വരണമെങ്കിൽ അവർ വിശ്വസിക്കുന്ന പോലെ ഇതിൽ വലിയ ഇടപെടലുകൾ ഈ കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കുടുംബം ആക്ഷേപിക്കപ്പെടുന്നു. അതിന് പുറത്തു നിന്നുള്ള ഒരു അന്വേഷണം തന്നെയാണ് വേണ്ടത് എന്നത് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. CBI അന്വേഷണം കൊണ്ട് മാത്രമേ ഇത്തരം കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ എന്ന് തന്നെയാണ് കുടുംബം ആവർത്തിച്ച് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും കേസ് ഇന്ന് ഡിവിഷൻ ബെഞ്ച് അതിൻ്റെ വാദങ്ങളെല്ലാം തന്നെ കേട്ടിരുന്നു. വാദത്തിൻ്റെ എല്ലാവരുടെയും തന്നെ വാദങ്ങൾ കേൾക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ഈ കേസിൽ ഡിവിഷൻ ബെഞ്ച് രാവിലെയുടെ കേസ് പരിഗണിക്കുമെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. ഈ കേസിൽ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇന്ന് ഉണ്ടാകും. അഭിലാഷ്, ഹൈക്കോടതിയുടെ വിധി എന്താകും എന്നത് നമുക്ക് കാത്തിരിക്കാം. സമൂഹ മാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന ഇൻഫ്ലുവൻസർമാർക്ക് പൂട്ടിടാൻ മിന്നൽ നടപടിയുമായി സൈബർ പോലീസ്. ലക്ഷക്കണക്കിന് ഫോളോവർമാർ ഉള്ള ഹസ്ബിൻ സാക്കിർ, വയനാടൻ വ്ളോഗർ, മല്ലു ഫാമിലി, സുജിൻ തുടങ്ങിയ ഇൻഫ്ലുവൻസർമാരുടെ അക്കൗണ്ടുകൾക്ക് പൂട്ടുവീണു. ഈ പ്രമുഖരുടെ മെറ്റ ഐഡികൾ സൈബർ പോലീസ് ഡിലീറ്റ് ചെയ്തതോടെ മറ്റ് ഇൻഫ്ലുവൻസർമാരും ആശങ്കയിലാണ്. വെർച്വൽ ലോകത്തെ സ്വാധീനം ഉപയോഗിച്ച് പ്രമുഖ ഇൻഫ്ലുവൻസർമാർ പ്രചരിപ്പിച്ചത് ഗാംബ്ലിംഗ്, ബെറ്റിംഗ് എന്നിവയ്ക്ക് പുറമെ ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകളും. ട്രസ്റ്റബിൾ ആപ്പുകൾ എന്ന പേരിൽ യുവതലമുറയെ ലക്ഷ്യം വെച്ചു വന്ന ഇത്തരം അപകടകാരികളായ ആപ്പുകൾക്കായി ഇൻഫ്ലുവൻസർമാർ ചെയ്തതാകട്ടെ നിരവധി പരസ്യങ്ങളും. ഓരോ പ്രമോഷനും ഇവർക്ക് ലഭിച്ചത് 10 ലക്ഷത്തിലേറെ രൂപയും. ഈ സോഷ്യൽ മീഡിയ താരങ്ങളുടെ വാക്ക് വിശ്വസിച്ച് നിരവധി ഫോളോവർമാരാണ് ആപ്പുകളുടെ കെണിയിൽ കുടുങ്ങിയത്. ഒട്ടേറെ പേരുടെ ജീവിതങ്ങൾ തകർന്നു. സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ മധ്യവയസ്കർ വരെ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട് ആത്മഹത്യയിലേക്ക് നീങ്ങി. സംസ്ഥാനത്തിനകത്തും പുറത്തുമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടത് നിരവധി കേസുകൾ. പരാതികൾ ഏറുന്നതിനൊപ്പം പ്രമോഷണൽ വീഡിയോകളുടെ എണ്ണവും പെരുകിയതോടെയാണ് സൈബർ പോലീസ് കടുത്ത നടപടികളിലേക്ക് കടന്നത്. സമൂഹ മാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്ത ഇൻഫ്ലുവൻസർമാരുടെ അക്കൗണ്ടുകൾ ഷട്ട് ഡൗൺ ചെയ്തു തുടങ്ങിയതോടെ നിരവധി വ്ളോഗർമാരാണ് പോലീസ് നടപടി ഭയന്ന് പ്രമോഷണൽ വീഡിയോകൾ നീക്കം ചെയ്തു തുടങ്ങിയിരിക്കുന്നത്. യൂട്യൂബിനേക്കാളേറെ ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇൻഫ്ലുവൻസർമാരുടെ ദുരുപയോഗം. സൈബർ ക്രൈം പോലീസിന്റെ നടപടികൾക്ക് പിന്നാലെ തട്ടിപ്പിന് പുതിയ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് ആപ്പുകൾ പുതിയ രൂപത്തിൽ വരാനുള്ള സാധ്യത ഏറെയാണെന്നാണ് പോലീസ് മുന്നറിയിപ്പ്. തട്ടിപ്പിന് ഇരകളാകാതിരിക്കാൻ ഓരോ ക്ലിക്കിനും പിന്നിലെ ഉദ്ദേശം ചോദിക്കൂ, റിപ്പോർട്ട് ചെയ്യൂ എന്ന സന്ദേശവും സൈബർ പോലീസ് സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വലിയ അഴിച്ചുപണിക്കാണ് കളം ഒരുങ്ങുന്നത്. PK ശ്രീമതി AK ബാലൻ തുടങ്ങിയ പ്രമുഖർ വഴിമാറേണ്ടി വരും. കണ്ണൂരിൽ നിന്ന് P ജയരാജൻ ഇത്തവണയെങ്കിലും സെക്രട്ടേറിയറ്റിൽ എത്തുമോ എന്ന് കണ്ടറിയണം. MB രാജേഷിനെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തും. പുതിയ 5 ജില്ലാ സെക്രട്ടറിമാർക്ക് പുറമെ യുവാക്കൾ അടക്കം കൂടുതൽ പുതുമുഖങ്ങൾ സംസ്ഥാന സമിതിയിലും എത്തും. എറണാകുളത്ത് തുടങ്ങിവെച്ച നേതൃത്വത്തിലെ തലമുറ മാറ്റം കൊല്ലത്ത് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. KR ഗൗരിയമ്മയ്ക്കും സുശീല ഗോപാലിനും ശേഷം CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗമായ വനിതാ നേതാവാണ് PK ശ്രീമതി. പതിറ്റാണ്ടുകളായി CPMന്റെ നേതൃത്വ വേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന ശ്രീമതി ഇത്തവണ ഒഴിയേണ്ടി വരും. കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ AK ബാലനാണ് പ്രായപരിധി നിബന്ധനയുടെ പേരിൽ വഴിമാറേണ്ടി വരുന്ന മറ്റൊരു പ്രമുഖൻ. എറണാകുളം സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തിയ ആനാവൂർ നാഗപ്പനും 75 പിന്നിട്ടു. അടുത്ത മെയ്യിൽ 75 വയസ്സാകുന്ന EP ജയരാജനും ജൂണിൽ 75 വയസ്സ് പൂർത്തിയാക്കുന്ന മുന്നണി കൺവീനർ TP രാമകൃഷ്ണനും ഒരു ടേം കൂടി തുടർന്നേക്കും. കണ്ണൂരിൽ നിന്നുള്ള KK ശൈലജയോ ആലപ്പുഴയിൽ നിന്നുള്ള CS സുജാതയോ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ശ്രീമതിക്ക് പകരക്കാരിയാകും. P ജയരാജനെ മറികടന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി സംസ്ഥാന സെക്രട്ടേറിയറ്റിലും എത്തുമെന്ന് കരുതുന്നവർ ഏറെയാണ്. ഇവർ രണ്ടുമല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി MV ജയരാജനാണ് കണ്ണൂരിൽ നിന്ന് സാധ്യതയുള്ള മറ്റൊരു നേതാവ്.
മന്ത്രി എം.ബി. രാജേഷ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തുമെന്ന് ഉറപ്പാണ്. എം. വിജയകുമാറാണ് സീനിയറെങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് കടകംപള്ളി സുരേന്ദ്രനാണ് സാധ്യത കൂടുതൽ. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധിയല്ലാതിരുന്നിട്ടും സംസ്ഥാന സമിതിയിലേക്ക് വന്ന വി ജോയിയെ സെക്രട്ടേറിയറ്റിലേക്ക് ഉയർത്തിയാലും അത്ഭുതപ്പെടാനില്ല. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് 3 ടേം പൂർത്തിയാക്കിയ പി മോഹനൻ, കെ പി ഉദയഭാനു എന്നിവരും സെക്രട്ടേറിയറ്റ് പ്രവേശനം ആഗ്രഹിക്കുന്നവരാണ്. എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനനെയും പരിഗണിച്ചേക്കാം. പുതിയ ജില്ലാ സെക്രട്ടറിമാരിൽ രാജു എബ്രഹാം ഒഴികെ 5 പേരും സംസ്ഥാന സമിതിയിലില്ല. ഇവരെ പ്രൊമോട്ട് ചെയ്യും. MLA-മാരിൽ PP ചിത്തരഞ്ജൻ, M. നൌഷാദ് എന്നിവർക്ക് സംസ്ഥാന സമിതിയിലേക്ക് സാധ്യതയേറെയാണ്. DYFIയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജും പ്രസിഡന്റ് വസീഫും യുവജന പ്രാതിനിധ്യമായി കമ്മിറ്റിയിലെത്തിയേക്കാം. ആതിഥേയ ജില്ലയായ കൊല്ലത്ത് നിന്ന് DYFI സംസ്ഥാന ട്രഷറർ അരുൺ ബാബുവിനെയും പരിഗണിക്കാനിടയുണ്ട്. പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയ കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയുടെ പേരിൽ സൂസൻ കോടിയെ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കിയേക്കുമെന്നാണ് സൂചന. സംസ്ഥാന സമിതിയിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള ഒഴിവിൽ CITU സംസ്ഥാന സെക്രട്ടറി KS സുനിൽകുമാറിനെ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. ചുങ്കത്തറയിൽ ഭീഷണി പ്രസംഗം നടത്തിയതിന് PV അൻവറിന് എതിരെ കേസെടുത്തു. CPIM നേതൃത്വം നൽകിയ പരാതിയിൽ ആണ് എടക്കര പോലീസ് കേസെടുത്തത്. തന്നെയും UDF പ്രവർത്തകരെയും ആക്രമിക്കാൻ ശ്രമിച്ചാൽ വീട്ടിൽ കയറി തലയടിച്ചു പൊട്ടിക്കും എന്ന PV അൻവറിന്റെ പ്രസംഗത്തിന് എതിരെയാണ് കേസ് എടുത്തിട്ടുള്ളത്. ഇടവേള. കോഴിക്കോട് മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകത്തിലെ പ്രതിയുടെ പിതാവിന് കൊട്ടേഷൻ ബന്ധമെന്ന ആരോപണം. TP കേസ് പ്രതി TK രജീഷിനൊപ്പം പ്രതിയുടെ പിതാവ് നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നു. ഇയാളുടെ വീട്ടിൽ നിന്നാണ് ഷഹബാസിനെ മർദ്ദിച്ച നഞ്ചക്ക് കണ്ടെത്തിയത്. പ്രതികളുടെ മാതാപിതാക്കൾക്ക് ചില കൊട്ടേഷൻ സംഘവുമായും രാഷ്ട്രീയ ബന്ധമുണ്ടെന്നും ഷഹബാസിന്റെ പിതാവ് ആരോപിച്ചിരുന്നു. ആരോപണങ്ങൾ സാധൂകരിക്കുന്നതാണ് പുറത്തുവന്ന ചിത്രങ്ങൾ. ഷഹബാസ് കൊലപാതക കേസ് പ്രതിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തി പോലീസ്. താമരശ്ശേരി പോലീസാണ് പരിശോധന നടത്തിയത്. 4 ഫോണുകളും ഷഹബാസിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച നഞ്ചക്കും കണ്ടെത്തി. 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകത്തിലെ പ്രതികൾ സ്വാധീനമുള്ളവരെന്ന് പിതാവ് ഇക്ബാൽ. അവർ കേസിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ് അറിയുന്നത്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കണം. ഒരായുധമല്ല, പല ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്നും ഇക്ബാൽ. ഷഹബാസിന്റെ കൊലപാതകത്തിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കാൻ പോലീസ്. സംഘടന നടന്ന സ്ഥലത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ, കച്ചവടക്കാർ തുടങ്ങിയവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തുക. കേസിൽ പിടിയിലായ 5 വിദ്യാർത്ഥികൾക്ക് പുറമെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും പരിശോധിക്കും. കുട്ടികളെ സ്കൂളിലെത്തിച്ച് പരീക്ഷ എഴുതിക്കില്ലെന്ന് തീരുമാനിച്ചു. ജുവനൈൽ ഹോമിൽ പരീക്ഷ എഴുതാൻ അനുവദിക്കും. കൊച്ചി കാക്കനാട് തെങ്ങോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിനിക്ക് നേരെ നായ്ക്കരണ പൊടി വിതറിയ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് വിദ്യാഭ്യാസ വകുപ്പ്. ശാരീരിക അസ്വസ്ഥതകൾക്ക് പുറമെ മാനസിക അസ്വാസ്ഥ്യത്തിനും ചികിത്സ തേടി. നാളെ SSLC പരീക്ഷ എഴുതേണ്ട വിദ്യാർത്ഥിനിയെ വലിയ സമ്മർദ്ദത്തിലേക്ക് അധ്യാപകർ തള്ളിവിട്ടെന്ന ആരോപണവുമായി കുടുംബം രംഗത്ത്. നായ്ക്കരണ പൊടി വിതറിയ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ 7 കുട്ടികൾക്കെതിരെ കേസെടുത്ത് പോലീസ്. 2 അധ്യാപകരെയും പ്രതി ചേർത്തു. ഇൻഫോ പാർക്ക് പോലീസും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും വിദ്യാർത്ഥിനിയുടെ മൊഴി രേഖപ്പെടുത്തി. പാലക്കാട് ഒറ്റപ്പാലത്തെ ITIയിൽ സഹപാഠിയുടെ ക്രൂരമർദ്ദനത്തിൽ വിദ്യാർത്ഥിനിയുടെ മൂക്കിന്റെ പാലം തകർന്ന സംഭവത്തിൽ പോലീസിനെതിരെ സാജന്റെ കുടുംബം. പോലീസ് പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതായാണ് ആരോപണം. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സഹപാഠിയായ കിഷോർ സാജന്റെ കഴുത്ത് ഞെരിക്കുകയും തുടർന്ന് സ്വകാര്യ ഭാഗങ്ങളിൽ മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് പരാതി. 2 പേരെ കൂടി കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നതായി വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ. ബന്ധുവായ അമ്മയെയും മകളെയുമാണ് കൊല്ലാൻ പദ്ധതിയിട്ടത്. 5 ലക്ഷം രൂപ ഇവരോട് ചോദിച്ചെങ്കിലും നൽകിയില്ല. അനുജനെ കൊന്നതോടെ തളർന്നു. സഹായിക്കാത്ത മാമനോടും പക തോന്നിയെന്നും അഫാൻ. കാസർകോട് വാട്സാപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയ സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. ഭർത്താവ് നെല്ലിക്കട്ട സ്വദേശി അബ്ദുൾ റസാഖിനും മാതാവിനും സഹോദരൻ ഇനി ഇന്നിത് സംഭവിക്കും പരിശോധിക്കാം. വെഞ്ഞാറമ്മൂട് കോട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനെ വിശദമായി
ചോദ്യം ചെയ്യാൻ പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും. കസ്റ്റഡി അനുവദിച്ചാൽ കൊലപാതകം നടന്ന ഇടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. സംസ്ഥാനത്ത് SSLC പരീക്ഷയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 2ാം വർഷ പരീക്ഷകളും ഇന്നാണ് ആരംഭിക്കുന്നത്. ഈ മാസം 26-ന് പരീക്ഷകൾ അവസാനിക്കും. SSLC പരീക്ഷ രാവിലെയും മറ്റു പരീക്ഷകൾ ഉച്ചയ്ക്ക് ശേഷവുമാണ് നടക്കുക. താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് കൊലപാതകത്തിലെ പ്രതികൾ ഇന്ന് ജുവനൈൽ ഹോമിൽ ആണ് പരീക്ഷ എഴുതുക. പ്രതികളെ പരീക്ഷ എഴുതിക്കുന്നതിൽ KSU MSF പ്രതിഷേധം തുടരുന്നു. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള അപ്പീലിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. നവീൻ ബാബുവിന്റെ ഭാര്യ K മഞ്ജുഷയുടെ അപ്പീലിൽ ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് വിധി പറയുക. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മഞ്ജുഷയുടെ ഹർജി നേരത്തെ സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന അക്രമ സംഭവങ്ങൾ, ലഹരി ഉപയോഗം, ആശാവർക്കർമാരുടെ സമരം എന്നിവയുടെ പശ്ചാത്തലത്തിൽ നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ഇന്ന് പുനരാരംഭിക്കുകയാണ്. കേരളത്തെ ഞെട്ടിച്ച വെഞ്ഞാറമൂട്ടിലെയും താമരശ്ശേരിയിലെയും കൊലപാതകങ്ങൾ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. ഇത്തരം സംഭവങ്ങൾ വർദ്ധിക്കുന്നതിലെ ആശങ്ക റൂൾ 50 നോട്ടീസായി കൊണ്ടുവരാൻ ആണ് പ്രതിപക്ഷ ആലോചന. ഓണറേറിയം വർധനവും വിരമിക്കൽ ആനുകൂല്യവും ആവശ്യപ്പെട്ട് ആശാവർക്കർമാരുടെ നിയമസഭാ മാർച്ച് ഇന്ന് നടക്കും. പ്രതിപക്ഷത്തിന്റെ ശക്തമായ പിന്തുണ ലഭിച്ചതും സമരത്തിന് മൂർച്ചയേറിയിട്ടുണ്ട്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആണ് സമരം. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദിൽ ജയിലിൽ കഴിയുന്ന ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും. വധശിക്ഷ റദ്ദ് ചെയ്തതിനു ശേഷം ഇത് 9ാം തവണയാണ് കേസ് പരിഗണിക്കുന്നത്. കേസ് വിശദമായി പരിശോധിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ സിറ്റിംഗിൽ കേസ് മാറ്റിവെച്ചത്. തെലങ്കാന ടണൽ ദുരന്തത്തിൽ കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം 9ാം ദിവസവും തുടരുകയാണ്. തൊഴിലാളികളെ ജീവനോടെ രക്ഷിക്കാനുള്ള ഒരു സാധ്യതയും 1% മാത്രമാണ് എന്നാണ് തെലങ്കാന സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. രക്ഷാപ്രവർത്തനം ആരംഭിച്ച ദിവസങ്ങൾ പിന്നിട്ടിട്ടും തൊഴിലാളികളുമായി ആശയവിനിമയം നടത്താൻ പോലും സാധിച്ചിട്ടില്ല. ഉത്തരാഖണ്ഡിൽ വൻ ഹിമപാതത്തെ തുടർന്ന് കുടുങ്ങിയ 50 തൊഴിലാളികൾക്കായി ഇന്നും തെരച്ചിൽ തുടരും. അപകടത്തിൽ 4 തൊഴിലാളികളാണ് മരിച്ചത്. പുറത്ത് എത്തിച്ചവരിൽ ചിലരുടെ നില ഇപ്പോഴും ഗുരുതരമാണ്. ഇനി നമ്മൾ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്കാണ് പോകുന്നത്. എറണാകുളം ഇടപ്പള്ളി സ്വദേശിയായ പത്മാവതിയുടെ 11ാം പിറന്നാൾ ആണ് ഇന്ന്. പത്മാവതിക്ക് അമ്മ ദിവ്യയാണ് ആശംസകൾ അറിയിക്കണം എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം ന്യൂസ് 8ന്റെയും ആശംസകൾ. പാലക്കാട് സ്വദേശിയായ പ്രബലിയുടെ 60ാം പിറന്നാൾ ആണ് ഇന്ന്. അമേരിക്കയിൽ നിന്ന മകൾ രശ്മി, മരുമകൻ ജിയോ, കൊച്ചുമക്കൾ ദേവിന, ദീക്ഷിത് എന്നിവർ ആശംസകൾ അറിയിക്കുന്നു. തിരുവനന്തപുരം സ്വദേശിയായ നീതുവിൻ്റെ പിറന്നാൾ ആണ് ഇന്ന്. ആശംസകൾ അറിയിക്കുന്നത് ഭർത്താവ് സുധി. കോട്ടയം ഏറ്റുമാനൂരിലെ അൻമരിയ കെ ജസ്റ്റിൻ്റെ പിറന്നാൾ ആണ് ഇന്ന്. ആശംസകൾ അറിയിക്കുന്നത് അനോജ, സരീഷ്, അർജിത്ത് എന്നിവരാണ്. ഞങ്ങളുടെ സഹപ്രവർത്തക ഭവ്യ പാർവതിയുടെ പിറന്നാൾ ആണ് ഇന്ന്. ഭവ്യയ്ക്ക് എല്ലാവിധ ആശംസകളും. നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ഞങ്ങളെ അറിയിക്കാം. ആ സന്തോഷ ദിനത്തിൽ ന്യൂസ് 18 സ്ക്രീനിൽ നിങ്ങൾക്കും എത്താം. അതിനായി ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9346975748.
സമസ്ത കേരള വാര്യർ സമാജം സാഹിത്യ സംഗമവും പുസ്തക പ്രകാശനവും ഗുരുവായൂരിൽ നടന്നു. ഗുരുവായൂർ ദേവസ്വം മുൻ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ 3 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. CV അച്യുതൻകുട്ടി വാര്യർ രചിച്ച നാരായണീയം മലയാള സ്വതന്ത്ര തർജ്ജമ, തീർത്ഥം പബ്ലിക്കേഷൻസിന്റെ അക്ഷരതീർത്ഥം എന്ന കഥാസമാഹാരം എന്നിവയും ശംഖുതീർത്ഥം എന്ന കവിതാ സമാഹാരവും ചടങ്ങിൽ പ്രകാശനം ചെയ്തു. തീർത്ഥം മാസികയുടെ കോർഡിനേറ്റിംഗ് എഡിറ്റർ CBS വാര്യർ, വാര്യർ സമാജം ഉത്തരമേഖലാ പ്രസിഡന്റ് TV ശ്രീനിവാസ വാര്യർ, VV മുരളീധര വാര്യർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അതേപോലെ ഒരു വ്രതം 2501 എന്നതിലെ ആണ് ഇതിൽ കൊടുക്കുന്നത്. അതിലേക്ക് വിവരം അറിയിച്ചു തന്നാൽ ഞാൻ ഞങ്ങളുടെ സഹപ്രവർത്തകൻ CV അനുമോദിന്റെ അച്ഛനാണ് ഗ്രന്ഥകാരനായ CV അച്യുതൻകുട്ടി വാര്യർ. ഇനി ജാഗ്രത. എറണാകുളത്ത് ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തി. ലേക്ക് ഷോർ ആശുപത്രിയിലെ വൃക്കരോഗ വിഭാഗം സീനിയർ സർജനായ ഡോക്ടർ ജോർജ് P. എബ്രഹാമിനെയാണ് ഫാം ഹൗസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഡാനി പോളുണ്ട് വിശദാംശങ്ങളുമായി. ഡാനി, എന്തായിരുന്നു ഈ സംഭവം? അതായത് തൂങ്ങി മരിച്ച നിലയിലാണല്ലോ കണ്ടെത്തിയിട്ടുള്ളത്. ആത്മഹത്യ എന്നാണോ പ്രാഥമിക നിഗമനം? മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടോ? അഭിലാഷ്, ഇതിൽ ആത്മഹത്യയാണ് എന്ന് തന്നെയാണ് പ്രാഥമികമായ നിഗമനം. തൂങ്ങി മരിച്ച നിലയിൽ ഫാം ഹൗസിൽ തന്നെയാണ് കണ്ടെത്തിയത്. ഡോക്ടർ ജോർജ് P. എബ്രഹാം ഇന്നലെ വൈകിട്ട് രാത്രിയോടുകൂടിയാണ് സഹോദരനൊപ്പം തന്നെ ഇവിടേക്ക് എത്തുന്നത്. കുറച്ച് സമയത്തിന് ശേഷം സഹോദരനെ തിരികെ വീട്ടിലേക്ക് വിടുകയും ചെയ്തിരുന്നു. താൻ ഇവിടെ തുടരുന്നു എന്ന രീതിയിൽ അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തു. പിന്നീടും കുറേ സമയത്തിന് ശേഷം അദ്ദേഹത്തെ ഫോൺ ലഭ്യമാകാതെ വന്നതോടുകൂടിയാണ് അന്വേഷണം നടത്തുകയും അവിടെ തൂങ്ങി മരിച്ച നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തുകയും ചെയ്തത്. പോലീസ് ഇപ്പോൾ ഈ അസ്വാഭാവിക മരണം എന്ന രീതിയിൽ തന്നെ പോലീസ് നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികളെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നിലവിൽ പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന ഒരു സൂചന എന്ന് പറയുന്നത് വ്യക്തിപരമായ വിഷയങ്ങൾ, ചില ബുദ്ധിമുട്ടുകളാണ് ഈ രീതിയിലേക്ക് നീങ്ങിയത് എന്നതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത്തരം ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വ്യക്തിപരമായ കാരണങ്ങൾ എന്ന രീതിയിലുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട് പോലീസിന്. എന്തായാലും ഈ വളരെ പ്രശസ്തനായ ഒരു ഡോക്ടറെ ഈ രീതിയിൽ ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സംബന്ധിച്ച് വലിയ രീതിയിൽ എങ്ങനെയെന്ന് സംബന്ധിച്ച എല്ലാവരും തന്നെ ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട്. എന്തായാലും പോലീസ് നിലവിൽ ലഭ്യമാകുന്ന സൂചനകൾ എന്ന് പറയുന്നത് സ്വകാര്യ വിഷയങ്ങൾ എന്ന് തന്നെയുള്ളൊരു സൂചനകളാണ് പോലീസിൽ നിന്ന് ലഭ്യമാകാൻ കഴിയുന്നത്. നമുക്കറിയാം, ഈ ഡോക്ടർ വളരെ പ്രശസ്തനാണ്. കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് അടക്കം നേതൃത്വം നൽകിയവരിൽ ഒരാൾ ഡോക്ടറാണ്. ഡോക്ടർ ജോർജ് P. എബ്രഹാമാണ്. ഏതാണ്ട് 3000-ലധികം ശസ്ത്രക്രിയകൾ, വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ അദ്ദേഹത്തിന്റെ തന്നെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. ഒപ്പം ഈ ജീവിച്ചിരിക്കുന്ന ദാതാവിൽ നിന്ന് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, ലാപ്രോസ്കോപ്പിക് വഴി ശസ്ത്രക്രിയ നടത്തിയ ലോകത്തിലെ തന്നെ 3ാമത്തെ ഒരു സർജനായിട്ട് തന്നെയാണ് അദ്ദേഹത്തെ കരുതപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെ നിരവധിയായ ഈ അക്കാദമിക് രംഗത്തെ മികവുകൾ അദ്ദേഹത്തിനുണ്ട്. വളരെ അറിയപ്പെടുന്നതാണ്, രാജ്യത്തിനും പുറത്തും എല്ലാമായിട്ട് അറിയപ്പെടുന്ന ഒരാൾ കൂടിയാണ്. എന്തുകൊണ്ട് ഈ ഒരു ആത്മഹത്യ എന്നത് സംബന്ധിച്ച് എല്ലാവരും ഞെട്ടലോടുകൂടിയാണ് ഈ വാർത്ത ശ്രമിക്കുന്നത്. ഇതിൽ ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. പോലീസ് ഏതായാലും ഇക്കാര്യങ്ങൾ സംബന്ധിച്ചൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. മൃതദേഹം നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. നാളെ സെന്റ് ജോർജ് യാക്കോബായ പള്ളിയിൽ, ഇൻഫോ പാർക്കിന് സമീപമുള്ള പള്ളിയിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണ് ചടങ്ങുകൾ നടക്കുക എന്നാണ് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് പോലീസിന്റെ നടപടികളും അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടികളും അടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. അഭിലാഷ്, വിശദാംശങ്ങൾ ആണ് ഡാനി പോൾ നൽകിയത്. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദിൽ ജയിലിൽ കഴിയുന്ന ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. വധശിക്ഷ റദ്ദ് ചെയ്തതിനു ശേഷം 9ാം തവണയാണ് കേസ് പരിഗണിക്കുന്നത്. കേസ് വിശദമായി പരിശോധിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ സിറ്റിംഗിൽ മാറ്റിവെച്ചത്. രാവിലെ 10-ന് പരിഗണിക്കുന്ന കേസ് റമദാൻ മാസത്തിന്റെ കൂടി സാഹചര്യത്തിൽ മോചന ഉത്തരവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ആണ് കുടുംബം.
പത്തനംതിട്ട കൂടൽപ്പാടത്ത് യുവാവ് ഭാര്യയെയും സുഹൃത്തിനെയും വെട്ടിക്കൊന്നു. വൈഷ്ണവി, അയൽക്കാരൻ വിഷ്ണു എന്നിവരാണ് കൊല്ലപ്പെട്ടത്. വൈഷ്ണവിയുടെ ഭർത്താവ് ബൈജു കസ്റ്റഡിയിലാണ്. അയൽക്കാരനായ വിഷ്ണുവിന്റെ വീട്ടിലായിരുന്നു കൊലപാതകം നടന്നത്. ശശിനാരായണൻ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശശി, എന്തായിരുന്നു ഈ കൊലയിലേക്ക് നയിച്ച സാഹചര്യം? അഭിലാഷേ, ഇതിലേക്ക് കൊലപാതകവുമായി ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട പോലീസിന്റെ എഫ്ഐആറിലുള്ളത് ഈ വൈഷ്ണവിയും വിഷ്ണുവാണ് കൊല്ലപ്പെട്ടത്. ഈ വൈഷ്ണവി, ഭർത്താവ് ബൈജുവാണ് ഈ രണ്ടുപേരെയും കൊലപ്പെടുത്തിയത്, വൈഷ്ണവിയും വിഷ്ണുവിനെയും. വിഷ്ണു സുഹൃത്താണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ കൊലപാതകത്തിന് കാരണമായി പറയുന്നത് ചില സാമ്പത്തിക ഇടപാടുകൾ വൈഷ്ണവിയും വിഷ്ണുവും തമ്മിലുണ്ടായിരുന്നു. അതേ ചൊല്ലിയുള്ള ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഈ കാര്യത്തിലൊക്കെ ഭർത്താവ് ബൈജുവിന് ചില സംശയങ്ങൾ ഭാര്യയുടെ മേലുണ്ടായിരുന്നു. അതാണ് കൊലപാതകത്തിലേക്ക് നയിക്കാൻ കാരണമെന്നുള്ളതാണ് പോലീസിന്റെ എഫ്ഐആറിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്നലെ രാത്രി 11 മണിക്കാണ് ഈ രണ്ടുപേരെയും, വൈഷ്ണവിയെയും വിഷ്ണുവിനെയും ഭർത്താവ് ബൈജു വെട്ടിക്കൊലപ്പെടുത്തിയത്. അയൽവാസിയാണ് വിഷ്ണു, മരണമടഞ്ഞ വിഷ്ണു. ഇന്നലെ രാത്രി സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ വീട്ടിലുണ്ടാവുന്നു. തുടർന്ന് വൈഷ്ണവി ഓടി ഈ വിഷ്ണുവിന്റെ വീട്ടിലേക്ക്, തൊട്ടടുത്ത അയൽവാസിയാണ് വിഷ്ണുവിന്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ കൊടുവാളുമായി കൂടെ എത്തിയ ബൈജു വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു രണ്ടുപേരെയും എന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ സൂചിപ്പിക്കുന്നത്. ഇത് പ്രധാനമായി ഇപ്പം പറയുന്ന പ്രധാനമായുള്ള കാര്യം ചില സാമ്പത്തിക തർക്കങ്ങൾ വൈഷ്ണവിയും വിഷ്ണുവും തമ്മിലുണ്ടായിരുന്നു. അതായത് വൈഷ്ണവി വിഷ്ണുവിന് വീട് പണിയുന്നതിന് വേണ്ടി ചില ലോണുകളൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്തരം ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അത് ചില മോശപ്പെട്ട ബന്ധമായി ഭർത്താവ് ബൈജു സംശയിച്ചിരുന്നു. ആ സംശയമാണ് പിന്നീട് കൊലപാതകത്തിന് കാരണമായി മാറിയതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും ക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ് ഉണ്ടായത്. പക്ഷേ ഈ വിഷ്ണുവും ബൈജുവും സുഹൃത്തുക്കളാണ്. അവരൊന്നിച്ച് കഴിഞ്ഞ ദിവസം പണിക്കും ജോലിക്കൊക്കെ പോയിട്ടുള്ളവരാണ്, സുഹൃത്തുക്കളുമാണ്. തൊട്ടടുത്ത വീടുകളാണ്. അതായത് വിഷ്ണു വാടകയ്ക്ക് താമസിക്കുന്ന വീട് തൊട്ടടുത്ത ഈ ബൈജുവിന്റെയും വൈഷ്ണവിയുടെയും വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. സുഹൃത്തുക്കളാണ്, ഇവർ ഒന്നിച്ച് ജോലിക്ക് പോകുന്ന ആളുകളാണ്. പക്ഷേ ചില സാമ്പത്തിക ഇടപാടുകൾ ഈ വൈഷ്ണവിയും വിഷ്ണുവും തമ്മിൽ ഉണ്ടായിരുന്നു. അതിൽ ചില സംശയം ഭർത്താവ് നിലയ്ക്ക് ബൈജുവിനുണ്ട്. ആ സംശയത്തെ സംബന്ധിച്ച് ചൊല്ലിയുള്ള തർക്കങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെയും വഴക്കുണ്ടായി. ആ വഴക്കുണ്ടാകുന്ന സമയത്താണ് വൈഷ്ണവി വീട്ടിൽ നിന്നും ഓടി ഈ വിഷ്ണുവിന്റെ അടുത്ത് എത്തുകയും വിഷ്ണു അത് തടസ്സം പിടിക്കാൻ ചെല്ലുകയൊക്കെ ചെയ്തു. ആ തർക്കവും കാര്യങ്ങളുമാണ് ഈ വൈഷ്ണവിയെ വെട്ടിക്കൊലപ്പെടുത്താനും ഒപ്പം വിഷ്ണുവിനെ വെട്ടിക്കൊലപ്പെടുത്താനും ഉണ്ടായ കാരണമായി മാറിയത്. എന്തായാലും വൈഷ്ണവി സംഭവ സ്ഥലത്തും വിഷ്ണുവിനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന വഴിയിലുമാണ് മരണമടഞ്ഞിട്ടുള്ളത്. രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് ഉള്ളത്. വിഷ്ണു തന്നെയാണ് പോലീസിനെ വിളിച്ച് അറിയിക്കുകയും പോലീസ് വന്ന് വിഷ്ണു സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു. ബൈജു തന്നെയാണ് പോലീസിനെ വിളിച്ചറിയിക്കുന്നത്. അങ്ങനെ പോലീസ് വരുമ്പോൾ തന്നെ ബൈജു സംഭവ സ്ഥലത്തുണ്ടായ ബൈജുവിനെ കൂടുതൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വിശദമായ ഒരു അന്വേഷണം പോലീസ് ഇക്കാര്യത്തിൽ നടത്തുന്നുണ്ട്. കാരണം മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. തൊട്ടടുത്ത ഗ്രാമപ്രദേശമാണ് പാടം എന്ന് പറയുന്നത്, ചെറിയൊരു ഗ്രാമപ്രദേശമാണ്. ആ പ്രദേശത്ത് ഇത്തരം ഒരു സംഭവം ഉണ്ടായാൽ ഏതെങ്കിലും തരത്തിൽ മറ്റ് ഇടപെടലുകളോ മറ്റു കാര്യങ്ങളോ ഈ കൊലപാതകത്തിന് പിന്നിൽ ഉണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് പരിശോധിക്കുകയാണ്. എന്തായാലും എഫ്ഐആറിൽ സൂചിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വൈഷ്ണവിയും വിഷ്ണുവും തമ്മിലുള്ള ചില ബന്ധങ്ങൾ, സംശയങ്ങൾ ഭർത്താവിനുണ്ടായിരുന്നു. അതാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ബന്ധുക്കൾ ഇപ്പോൾ പറയുന്ന ചില സാമ്പത്തിക തർക്കം ഉണ്ടായിരുന്നു. ചില ലോണുകൾ, വായ്പകളൊക്കെ വൈഷ്ണവി വിഷ്ണുവിന്റെ അടുത്ത് നൽകിയിരുന്നു. അതിനെ ചൊല്ലിയുള്ള തർക്കം, വീട്ടിൽ കുടുംബകലഹം ഉണ്ടായിരുന്നു. ബൈജു ഇത് ചോദ്യം ചെയ്തിരുന്നു. ഭർത്താവ് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കം പിന്നീട് അത് കൊലപാതകത്തിലേക്ക് മാറുകയായിരുന്നുള്ളതാണ് ബന്ധുക്കളൊക്കെ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അത്തരത്തിൽ ഒരു രീതിയിലാണ് ഈ കൊലപാതകത്തെ സംബന്ധിച്ച് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് ഈ രണ്ടുപേരുടെയും മൃതദേഹങ്ങളുള്ളത്. പോസ്റ്റ്മോർട്ടം ശേഷമായിരിക്കും സംസ്കാര നടപടികൾ പോവുക. കാര്യമായ വിവരങ്ങൾ കൂടി, മറ്റെന്തെങ്കിലും സാധ്യതകൾ, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് അന്വേഷിച്ചു വരികയാണ്. അഭിലാഷ്. ഒപ്പം പ്രദേശവാസികൾക്ക് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് എന്നത് കൂടി നമുക്ക് കേൾക്കാം. ബൈജു അവരുടെ ഇതിലേ ഉള്ളൂ, അല്ലാതെ ഈ ബൈജുവും വിഷ്ണുവായിട്ട് സാമ്പത്തിക ഏർപ്പാടോ മറ്റു കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ഒരു തമ്മിൽ ഒന്നിച്ച് പണിക്ക് പോകുന്നു, വരുന്നു. അവർ കൂട്ടുകാർ തന്നെ, അവർ ഒന്നിച്ചാണ് പഠിച്ചതും, ഒരേ പ്രായക്കാരും അവർ രണ്ടുപേരും. പ്രായം അങ്ങനെ വ്യത്യാസങ്ങളൊന്നും ഉള്ളവരല്ല. ഇതെന്താണെന്നുള്ളത് അറിയത്തില്ല. ഇവർ പണിയും കഴിഞ്ഞ് വന്ന് വെച്ച് എന്നെ വിളിച്ചറിയിക്കുന്ന സമയം നോക്കുമ്പോൾ ഏതാണ്ട് ഒരു
10:45 മണി ആയപ്പോഴായിരിക്കും ഇവർ ഇവിടുന്ന് അവിടെ ചെന്നിട്ടാണ് ഈ സംസാരവും കാര്യങ്ങളും ഉണ്ടായേക്കുന്നത്. ആ പയ്യൻ്റെ വീട്ടിലെ ചെന്നിട്ടാണ് ഈ വഴക്കോ കാര്യങ്ങളും ഉണ്ടായേക്കുന്നത്. കാര്യം ഇവിടെ വെച്ച് വൈജുവും വിഷ്ണുയോ അവിടുമായിട്ട് വഴക്കുണ്ടായിട്ട് നമുക്കറിയത്തില്ല. കാര്യം അറിയത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇവിടെ വന്നിട്ട് നമ്മൾ ആരോടും ചോദിച്ചു അറിയാൻ പറ്റുന്നൊരു മാർഗ്ഗമില്ല. ഈ 11 മണിക്ക് ആരോട് ചോദിച്ചറിയാൻ എന്തോ സംഭവിച്ചതെന്ന്. പിന്നെ ഏകെ കണ്ടെന്ന് പറയുന്നത് വൈജുവിൻ്റെ അമ്മയാണ്. അവർക്ക് ആ ചുറ്റുപാടിൽ നമ്മൾ എന്തോ അവരോട് ചോദിക്കാൻ പറ്റുന്നത്, എന്തോ അറിയാൻ പറ്റും. ഇല്ല അവരങ്ങനെ വഴക്കും കാര്യങ്ങളും ഒന്നുമില്ല. അവർ പറഞ്ഞല്ലോ, അവർ അന്ന് തൊട്ട് അവരൊന്നിച്ച് ജോലിയും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് വരുന്ന ആൾക്കാരായി. അന്നും ഈ സംഭവം നടക്കുന്നതിൻ്റെ അന്നും അവർ പണിയും കഴിഞ്ഞ് രാത്രി 9 മണി എങ്ങാണ്ട് കഴിഞ്ഞാൽ റോഡിൽ നിന്ന് കയറി ഇവരെല്ലാം കൂടെ പോന്നിട്ടുള്ളൂ. പിന്നെ അല്ലാതെ ഉള്ള എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നുള്ളതിനെ പറ്റി നമുക്കറിയത്തില്ല. അവർ തമ്മിൽ ഇടയ്ക്കെല്ലാം വഴക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതങ്ങനെ പല പ്രാവശ്യം നമ്മളിവിടെ വന്നിട്ടുമുണ്ട്. ഞാൻ വിളിച്ച് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയതുവാ. എൻ്റെ മോളെ 2 പിള്ളേരെ ഞാൻ വിളിച്ചുകൊണ്ട് പോയി. പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് അവർക്ക് വേണ്ടപ്പെട്ടവരോട് വന്ന് കോൺഫറൻസിലൊക്കെ ആക്കി വീണ്ടും വന്ന്. അത് കഴിഞ്ഞ് വീണ്ടും വഴക്കുണ്ടായിട്ടുണ്ട്. അത് എന്നെ വിളിച്ച് ഈ വഴക്കുണ്ടായേക്കുന്നതെല്ലാം ഈ സാമ്പത്തിക ഏർപ്പാടും കാര്യങ്ങളും പറഞ്ഞാൽ ഈ വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ വന്നപ്പോഴാണ് ഇവിടുത്തെ അയൽക്കൂട്ടത്തിലെ പൈസ എടുത്തു അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു. അങ്ങനെ വരുന്ന സമയത്ത് രാത്രി അതൊരു 10-11 മണി ആയപ്പോൾ എന്നെ വിളിക്കുന്നു. ഞാനിവിടെ വന്നു കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ 10-15 പേര് അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങൾ ഇവിടെ വന്ന് ഈ പൈസയ്ക്ക് ഇരിക്കുന്നിടത്ത് രാത്രിയിൽ അവരോട് എന്തോ മര്യാദയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ 1,46,000 രൂപ നമ്മൾ കൊടുക്കാമെന്ന് ഏറ്റു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇവള് എൻ്റെ ഭാര്യയെ കൊണ്ട് എൻ്റെ മോള് ലോൺ എടുപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ അടയ്ക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ തന്നെ ഇപ്പോഴും ചെയ്യുന്നത്. ഇവർ വഴക്ക് നടക്കുമ്പോൾ പിള്ളേർ ഇവിടെ ഉണ്ട്. പിള്ളേർ ഉറങ്ങിക്കിടക്കുമോ? ഞങ്ങളിവിടെ വരുമ്പോൾ ഈ പിള്ളേർ ഉറങ്ങി. ഇവിടെ ആരുമില്ല, പിള്ളേർ 2 ഉള്ളൂ. വൈജുവും പിന്നെ എൻ്റെ മോളും പിള്ളേരും ഉള്ളൂ ഇവിടെ ഇപ്പോൾ ഉള്ളത്. വൈജുവിൻ്റെ തള്ള ഇവിടെ ഇല്ല, അവർ തിരുവനന്തപുരത്തും കണ്ടു പോയപ്പോൾ. അപ്പോൾ ഞങ്ങളിവിടെ ഇത് സംഭവം അറിഞ്ഞ് വരുമ്പോൾ ഈ പിള്ളേർ 2 തന്നെ ഇവിടെ ഉള്ളൂ. വൈജു വന്നേരം ഞങ്ങൾ വരുമ്പോൾ വൈജു അവിടെ ഇല്ല. സംഭവം കഴിഞ്ഞിട്ടാന്ന് ഇവിടെ മാറിയെന്നായിരിക്കും അറിയത്തില്ല. ഇപ്പോൾ പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ ഷാജി കൂടി ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ഷാജി, കുടുംബത്തിൻ്റെ തർക്കം അത് സാമ്പത്തികത്തെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു എന്നാണ് പ്രദേശവാസികളിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ അപ്പോഴും ഇങ്ങനെയൊരു കൊലപാതകത്തിലേക്ക് എത്തുന്ന തരത്തിൽ ഈ തർക്കം ഉണ്ടായത് എങ്ങനെയാണ് എന്ന് അവർക്കും വ്യക്തതയില്ല. എന്താണ് മറ്റു വിവരങ്ങൾ? ഹലോ ഷാജി, കേൾക്കാമോ? പറഞ്ഞോ. ഈ പ്രദേശവാസികളുടെ പ്രതികരണത്തിൽ ഈ സാമ്പത്തികമായ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഭാര്യയും ഭർത്താവും അതിൽ ഈ വിഷ്ണുവിനെ സഹായിച്ചതിന് എതിർപ്പുണ്ടായിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. എങ്കിലും ഈ കൊലപാതകത്തിലേക്ക് എത്തുന്ന തരത്തിൽ ഈ തർക്കം എങ്ങനെ സംഭവിച്ചു എന്ന് അവർക്കും അറിയില്ല. എന്താണ് മറ്റു വിവരങ്ങൾ? ഇതാണ് ഞങ്ങളെയും അലട്ടുന്ന ഒരു വിഷയമാണ്. രാവിലെ ഇത് കേട്ടപ്പോൾ തന്നെ, രാത്രി ഒരു 11:30 കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ നല്ല വിശ്വസിക്കാൻ പറ്റില്ല ഈ വിഷയം. പക്ഷെ ഇവർ തമ്മിൽ നല്ല കൂട്ടുകാരായിരുന്നു. ഒന്നിച്ച് ജോലി ചെയ്യുന്നു, ഒന്നിച്ച് വരുന്നു, ഒന്നിച്ചൊരു ബൈക്കിൽ പോകുന്നു. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. പിന്നെ ഇവരുടെ ഇടയിൽ എന്ത് സംഭവിച്ചെന്നൊന്നും അറിയുന്നില്ല. അല്ല, ഇവരെ തമ്മിൽ ചെറിയ വൈഷ്ണവിയുടെ വൈഫ് ഫാദർ പറയുന്ന അനുസരിച്ച് ചെറിയ സാമ്പത്തിക വിഷയം, മൈക്രോ ഫിനാൻസുമായിട്ടുള്ള എടുത്തതിന് തമ്മിലുള്ള വിഷയങ്ങൾ വിഷ്ണു ബൈജുവിന് എടുത്തു കൊടുക്കുകയോ അല്ലെങ്കിൽ വിഷ്ണു ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇവർ ഒന്നിച്ചുള്ള കൂട്ടുകാരാണ്, ഒരുമിച്ച് നടക്കുന്നവരാണ്. മിനിഞ്ഞാന്ന് പോലും അവർ ഒന്നിച്ച് വന്ന് കടയിൽ വന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് പോയതാണ്. അപ്പം ഇവരിടയിൽ ഇങ്ങനൊരു വിഷയം വരാൻ നമുക്ക് എന്തോന്നും അറിയില്ല കാരണങ്ങൾ. നല്ല വിഷമമുണ്ട് ഈ ഒരു കാര്യത്തെ പറ്റി. രാവിലെ ഇപ്പൊ വാർത്തകളെല്ലാം കേൾക്കുന്നത് ഇങ്ങനെയാണല്ലോ. വളരെ നന്ദി ഷാജി പ്രതികരിച്ചതിന്. എന്തായാലും എന്താണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്നതിൽ വ്യക്തതയില്ല. പക്ഷെ സാമ്പത്തികമായ ഇടപാടുകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശശിനാരായണൻ തുടരുന്നുണ്ട്. ശശി, പോലീസ് സംഭവ സ്ഥലത്തെത്തി മറ്റ് നടപടിക്രമങ്ങൾ ഇപ്പോൾ മൃതദേഹം എവിടെയാണ്? ഈ 2 പേരുടെയും മൃതദേഹം എവിടെയാണുള്ളത്? ഭർത്താവ് ബൈജു കസ്റ്റഡിയിലായിട്ടുണ്ട്. എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, 2 പേരുടെ മൃതദേഹങ്ങൾ പത്തനം ജലാശയത്തിലാണുള്ളത്. എന്തായാലും ഈ മരണവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശവാസികൾക്കെല്ലാം അത്ഭുതത്തോടെയാണ് കാണുന്നത്. കാരണം ഇവർ തമ്മിൽ സുഹൃത്തുക്കളാണ്, സുഹൃത്തുക്കളാണ്. ഒന്നിച്ച്
ജോലിക്ക് പോകുന്നവരാണ്, ഒരേപോലെ വരുന്ന ആളുകളാണ്. അത്തരത്തിൽ ഇവർ നേരിട്ടൊരു വഴക്കോ കാര്യങ്ങളോ ഈ പ്രദേശവാസികൾ ആരും കണ്ടിട്ടില്ല. പക്ഷെ അതേസമയം വീട്ടിൽ നിരന്തരം ചില പ്രശ്നങ്ങൾ ഈ ബൈജുവും ഈ വൈഷ്ണവിയും തമ്മിൽ വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പലപ്പോഴും ഈ വൈഷ്ണവിയുടെ പിതാവ് തന്നെ ഇത് പ്രശ്നം പരിഹരിക്കാൻ വീട്ടിലെത്തുകയും പിന്നീട് കുട്ടികളെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയും പിന്നീട് അത് പരിഹരിച്ച് വീട്ടിൽ ഒന്നിച്ച് താമസിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് കാരണമായ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും അത് ചില സാമ്പത്തിക ഇടപാടുകളും നാം നേരത്തെ സൂചിപ്പിച്ചുകൊണ്ട് പോലീസിന്റെ എഫ്ഐആർ പറയുന്ന ചില സംശയങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്തരം കൊലപാതകത്തിലേക്ക് പോയതെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. പക്ഷെ നാട്ടുകാർ അക്കാര്യത്തിൽ വിശ്വസിക്കുന്നില്ല. കാരണം ഇവർ സുഹൃത്തുക്കളാണ്, ഒന്നിച്ചു പഠിച്ചവരാണെന്നൊക്കെയാണ് നാട്ടുകാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതനുസരിച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം കാര്യങ്ങളാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. എന്തായാലും ഇത് തീർച്ചയായും ഈ സാമ്പത്തിക ഇടപാട് ഇതിനകത്തുണ്ടായിട്ട് ചില കുടുംബശ്രീയുടെ ലോണുകളും കാര്യങ്ങളൊക്കെ ഈ വിഷ്ണു എടുത്ത് സഹായിച്ചിട്ടുണ്ട്. അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ വീട്ടിൽ നിരന്തരം ഉണ്ടാകാറുണ്ട്. അത് ബൈജു ചോദ്യം ചെയ്തിരുന്നു. അത്തരം കാര്യങ്ങൾ വീട്ടിൽ ഉണ്ടായിരുന്നു. അത് പലപ്പോഴും ആ തർക്കങ്ങളിലേക്ക് പോയിരുന്നു. ആ സമയങ്ങളിലൊക്കെ വൈഷ്ണവി വീട്ടിലേക്ക് പിന്നീട് ഈ വൈഷ്ണവിയുടെ പിതാവ് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയി പിന്നെ രമ്യമായി പരിഹരിച്ച് വീണ്ടും ഒന്നിച്ച് താമസിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത്തരത്തിലൊരു സാഹചര്യം ഇന്നലെയും ഉണ്ടായിട്ടുണ്ട്, ഇന്നലെയും വഴക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കരുതുന്നത്. ആ സമയത്താണ് ഈ വൈഷ്ണവി ഓടി വിഷ്ണുവിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. അവിടെ വെച്ചാണ് ഈ കൊലപാതകം കുളുവാള് കൊണ്ട് ഈ വൈഷ്ണവിയെ വെട്ടുന്നത്. അത് തടസ്സം പിടിക്കാൻ വിഷ്ണു എത്തുകയും വിഷ്ണുവിനെയും സ്ഥലത്ത് വെച്ച് വെട്ടുകയും ചെയ്തു. എന്തായാലും എന്തായാലും എന്താണ് സംഭവിച്ചത് എന്നതിലൊക്കെ കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. ബൈജുവിൽ നിന്ന് മൊഴിയെടുക്കുമ്പോൾ ആയിരിക്കും, ചോദ്യം ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ വ്യക്തത കൈവരികയുള്ളൂ. താമരശ്ശേരി കൊലപാതക കേസിലെ പ്രതികളെ SSLC പരീക്ഷ എഴുതിക്കുന്ന വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിലേക്ക് യൂത്ത് കോൺഗ്രസും മാർച്ച് നടത്തിയിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മതിൽ ചാടിക്കടന്നു. നേരത്തെ KSUവിന്റെയും MSFന്റെയും പ്രതിഷേധമുണ്ടായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടാകുന്നത്. CV അനുമോദ് ഉണ്ട്. അനുമോദ് ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. പ്രതിഷേധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, 2 പ്രവർത്തകർ മതിൽ ചാടിക്കടന്ന് ഉള്ളിൽ പ്രവേശിച്ചു. അവരെ ഇപ്പോൾ പോലീസ് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അവരെ ഉള്ളിൽ നിന്ന് പിടികൂടി പോലീസ് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. വനിതാ പ്രവർത്തകയാണ്. അവരെ വനിതാ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. മറ്റൊരു പ്രവർത്തകനെ ഉള്ളിൽ നിന്ന് കോമ്പൗണ്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്ത് തൂക്കിയെടുത്ത് കൊണ്ടുവരികയും ചെയ്തിരുന്നു. അതിന്റെ പിന്നാലെയാണ് MSFന്റെ സംസ്ഥാന അധ്യക്ഷനടക്കമുള്ളവർ പ്രതിഷേധിക്കാൻ ഇവിടെ എത്തിയത് കണ്ട് അവരെ മുൻകൂട്ടി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. വലിയ പ്രതിഷേധ സാധ്യതകൾ മുന്നിൽ കണ്ടു തന്നെ പോലീസ് ഇപ്പോൾ കൂടുതൽ സന്നാഹങ്ങളെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഈ കോമ്പൗണ്ടിന്റെ 4 ചുറ്റിലും പോലീസിന്റെ സാന്നിധ്യമുണ്ട്. ഏത് വഴി വേണമെങ്കിലും പ്രതിഷേധക്കാർ ഉള്ളിൽ കയറുമെന്നതിനാൽ അത് മുൻകൂട്ടി കണ്ടുള്ള ഒരു നടപടികളാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഇതുവരെ തുടങ്ങിയിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും അതും ഈ ജുവനൈൽ ജസ്റ്റിസ് കോമ്പൗണ്ടിന്റെ പ്രധാന ഗേറ്റ് പരിസരത്തേക്ക് വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാണെങ്കിലും രാവിലെ മുതൽ തുടങ്ങിയ പ്രതിഷേധ പരമ്പരകൾ ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അഭിലാഷ്. ഷഹബാസിന്റെ കൊലപാതകത്തിലെ പ്രതികളെ SSLC പരീക്ഷ എഴുതിക്കുന്നതിന് എതിരെ വലിയ പ്രതിഷേധങ്ങൾ ആണ് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. MSF പ്രവർത്തകർ പ്രതിഷേധ മാർച്ചുമായി എത്തിയിരുന്നു. KSU പ്രവർത്തകർ എത്തിയിരുന്നു. അതോടൊപ്പം യൂത്ത് കോൺഗ്രസുകാർ മതിൽ ചാടിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇനിയിപ്പോൾ വലിയൊരു പ്രതിഷേധം അവരുടെ ഭാഗത്ത് നിന്ന് തുടരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൃശൂർ പുതുക്കാട് യുവതിയെ വീട്ടിൽ തടവിൽ പാർപ്പിച്ച 5-അംഗ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. 3 ദിവസത്തോളമാണ് യുവതിയെ തടങ്കലിലാക്കിയത്. ഭക്ഷണം നൽകാതെയും ശാരീരികമായും പീഡിപ്പിക്കപ്പെട്ട യുവതിയെ മറ്റൊരു കേസ് അന്വേഷിക്കാൻ എത്തിയപ്പോഴാണ് പോലീസ് കണ്ടെത്തിയത്. മനക്കൊടി സ്വദേശിനിയായ യുവതി മർദ്ദനമേറ്റ അവശനിലയിലായിരുന്നു. 2 യുവതികൾ ഉൾപ്പെടെയുള്ളവരാണ് പിടിയിലായത്. കല്ലൂർ നായരങ്ങാടി സ്വദേശി ഗോപു എന്ന ഗോപകുമാർ, കോഴിക്കോട് മേലൂർ സ്വദേശി അഭിനാഷ് പി, ശങ്കർ, അളഗപ്പ നഗർ സ്വദേശി ജിതിൻ ജോഷി, കോഴിക്കോട് മേലൂർ സ്വദേശി ആതിര, തിരുവനന്തപുരം വെള്ളറട സ്വദേശി അഞ്ജു എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ ഉപയോഗിച്ചിരുന്ന കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്തെ കോഫി ഷോപ്പിൽ ടോക്കൺ എടുക്കാത്തതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ ബംഗാൾ സ്വദേശിയെ ഗോപകുമാർ, അഭിനാഷ്, ജിതിൻ എന്നിവർ ചേർന്ന് ആക്രമിച്ചതാണ് സംഭവങ്ങളുടെ തുടക്കം. പ്രതികൾ കോഫി ഷോപ്പിലെ ജീവനക്കാരായ പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശി അബ്ദുളിനെ ആക്രമിക്കുകയും കല്ലുകൊണ്ടടിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു.
ചേട്ടാ അവിടെ ചായ കുടിക്കാൻ വെളുപ്പിലൊന്നും ക്ലോക്ക് എന്നെ കൂടെ എന്റെ ഭാര്യ ഉണ്ടായിരുന്നു എടുക്ക 150 ലൈറ്റ്സിലാണ്. ഈ സംഭവത്തിൽ പ്രതികളുടെ പേരിൽ കൊലപാതക ശ്രമത്തിന് കേസെടുത്തിരുന്നു. പ്രതികളെ തിരഞ്ഞ കല്ലൂർ നായരങ്ങാടിയിലെ ഗോപകുമാറിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് പോലീസ് പരിക്കേറ്റ നിലയിൽ യുവതിയെ കണ്ടെത്തിയത്. യുവതിയുടെ സുഹൃത്ത് അഖിലും ഗോപകുമാറും ചേർന്ന് നടത്തുന്ന സ്പായുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് യുവതിയെ തട്ടിക്കൊണ്ടുപോയത്. സ്കൂട്ടറിൽ സഞ്ചരിച്ച യുവതിയെ തൃശൂർ പടിഞ്ഞാറേക്കോട്ട അരണാട്ടുകര റോഡിൽ വെച്ച് കാറിടിച്ച് വീഴ്ത്തിയ ശേഷം ബലം പ്രയോഗിച്ച ഗോപകുമാറിന്റെ വീട്ടിലെത്തിച്ച ദേഹോപദ്രവമേൽപ്പിക്കുകയും ആഭരണങ്ങൾ അഴിച്ചെടുക്കുകയുമായിരുന്നു. യുവതിയുടെ 2.5 പവൻ വരുന്ന സ്വർണമാലയും 1.5 പവന്റെ വളയും നഷ്ടപ്പെട്ടതായും മൊബൈൽ ഫോൺ പ്രതികൾ അടിച്ചു തകർത്തതായും പോലീസ് പറയുന്നു. ഗോപകുമാർ പുതുക്കാട് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽപ്പെട്ടയാളും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമാണ്. ജിതിന്റെ പേരിൽ പുതുക്കാട് സ്റ്റേഷൻ പരിധിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയതിനും ലഹരി മരുന്നുപയോഗിച്ചതിനും കേസുകളുണ്ട്. ന്യൂസ് 18 തൃശൂർ. രാവിലെ അവസാനിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഓസ്കാർ പുരസ്കാരങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടുത്തുന്നു. അനുജ എന്ന ചിത്രം ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ തള്ളപ്പെട്ടിരിക്കുന്നു. ഓസ്കാർ പുരസ്കാരം ഇല്ല എന്നുള്ളതാണ്. ഒപ്പം ഓസ്കാർ എന്നത് രാഷ്ട്രീയം കൂടി കലരുന്ന ഒന്നാണ് എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. ഇപ്പോഴിതാ മികച്ച സഹനടിയായി തെരഞ്ഞെടുക്കപ്പെട്ട സോയി സൽദായുടെ പ്രതികരണം, പുരസ്കാരവേദിയിലെ പ്രതികരണം കൃത്യമായ രാഷ്ട്രീയമാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ കുടിയേറ്റ നയങ്ങളെ അതിനിശിതമായി വിമർശിക്കുകയായിരുന്നു അവർ ചെയ്തത്. തൻ്റെ പൂർവികർ കുടിയേറ്റക്കാരാണ് എന്നും ഈ രാജ്യത്ത് കുടിയേറിയതിന് ശേഷം ആണ് തൻ്റെ കുടുംബത്തിൻ്റെ വളർച്ചയുണ്ടായത്. ഈ അവാർഡും താൻ നേടുമ്പോൾ ഇനിയും കുടിയേറ്റക്കാരായിട്ടുള്ളവർ അവാർഡ് നേടും, താൻ അല്ല അവസാനത്തെ കുടിയേറ്റക്കാരി, ഇങ്ങനെ ഒരു പുരസ്കാരം വാങ്ങുന്ന അവസാനത്തെ കുടിയേറ്റക്കാരി എന്ന് പറയുമ്പോൾ കൃത്യമായ രാഷ്ട്രീയം കൂടി ചർച്ച ചെയ്യപ്പെടുകയാണ് ഓസ്കാർ വേദി. രാവിലെ പൂർണ്ണമാകുന്നു. ഇനി ഇത് കണ്ടോ കാണാം.